ആ പദത്തോട് ചേർന്ന് അറക്കപ്പെട്ട കുഞ്ഞാട്, ദൈവ കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ ചില യോഗ്യതകൾ ആ അധ്യായത്തോടുള്ള ബന്ധത്തിൽ ശാന്തമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അത് നമുക്കെല്ലാം അറിയാം. ഷായി പാസ്റ്റർ ഇനി വരികയായിരുന്നെങ്കിൽ ഇടയ്ക്ക് ഞാൻ പാടുമ്പോൾ എനിക്ക് പുള്ളിക്ക് ഇങ്ങോട്ട് വരണേ, അവിടെ ഉണ്ടെങ്കിൽ വരണം, ഇല്ലേ തിരിച്ച് വരുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം. വെളിപ്പാട് പുസ്തകം വളരെ പലർക്കും പരിചിതമായൊരു പുസ്തകമാണ്, വേർപെട്ട ദൈവമക്കൾക്ക്. നമുക്കറിയാം വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം നിങ്ങൾ എന്തേലും പറ, വെളിപ്പാട് പുസ്തകം. നമുക്ക് ഇന്നൊറ്റ ദിവസവും യോഗമുള്ളൂ. എൻ്റെ അഭിപ്രായം 2-3 ദിവസം അങ്ങ് നടന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ഈ പന്തലും ഇതും എല്ലാം കൂടെ കണ്ടിട്ട്. ഒരു ദിവസം ആണെങ്കിലും 3 ദിവസം ആണെങ്കിലും ചിലവ് ഏതാണ്ട് ഏകദേശം അടുത്തടുത്താണ്. അപ്പം നീ അത് ഭാരപ്പെടണ്ട, ആയാലും ഇന്നിങ്ങനെ പോട്ടെ. ഈ ദേശത്തുള്ള ദൈവമക്കളിൽ ചിലര് ഒത്തിരി നാൾ കൂടിയിരുന്നായിരിക്കും ഇങ്ങനൊരു കൺവെൻഷനെ ചിലപ്പോൾ സംബന്ധിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമാകണം, ഉപരി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അപ്പോൾ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം. അങ്ങനെ മൊത്തം 66 പുസ്തകം. പിന്നെ ചിലര് ഈ പുസ്തകത്തിൻ്റെ കൂടെ കുറച്ച് പുസ്തകം കൂടെ 7 വന്ന് 7 ചേർത്തിട്ടുണ്ട്. അതവരെ കാണുമ്പോൾ അറിയുകയും ചെയ്യാം, ചേർത്തൻ്റെ അപാകതകളുണ്ട്. അവരെ വഴി വെച്ച് കണ്ടാലും വണ്ടിയെ വെച്ച് കണ്ടാലും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കണ്ടാലും ഈ ചേർത്തതിൻ്റെ പരുവക്കേട് അവരെ കാണുമ്പോൾ അറിയാം. ഏതായാലും 66 പുസ്തകം, അത് വളരെ കൃത്യമായ പുസ്തകങ്ങളാണ്. ഈ പുസ്തകത്തിൻ്റെ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ഒരു ദിവസം ആയതുകൊണ്ട് എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് ഇന്നെല്ലാം പറയാനാണ് ഞാനും നിൽക്കുന്നത്. 4 ദിവസം ആണെന്നേ ഓരോരുത്തർ ഓരോ കാര്യം പറഞ്ഞങ്ങ് പോവുക. ഇപ്പോൾ ഒരു ദിവസമായിട്ട് ഇത് മുഴുവൻ കാര്യവും ഞാൻ പറഞ്ഞേച്ചേ വെക്കുള്ളൂ. ഈ പുസ്തകത്തിൻ്റെ ഒരു വിശേഷത, ഈ പുസ്തകവും കയ്യിലേന്തി എവിടെ നമുക്ക് ചെല്ലാം. ഇപ്പം പിന്നെ പാസ്റ്റർമാർ ചിലർ ഈ പുസ്തകമായിട്ടല്ല നടക്കുന്നത്, മൊബൈലും കൊണ്ടാണ് നടക്കുന്നത്. ഒരു ശവസംസ്കാരത്തിനൊക്കെ അടുത്ത സമയത്ത് ചെന്നപ്പം 90-ാം സങ്കീർത്തനം മൊബൈലിൽ കൂടെ വായിക്കുന്നത്. ഒരു യാത്ര പോകുമ്പോഴോ ഒരു പ്രത്യേക സാഹചര്യത്തിലുമൊക്കെ മൊബൈലിനകത്ത് വാക്യങ്ങളോ നല്ലതാണ്. പക്ഷെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വരുമ്പോൾ ഉപദേശമാര് വിശേഷിച്ച് നമ്മുടെ ഈ രാജ്യത്തെ ഈ വേദപുസ്തകമായിട്ട് വരുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. സ്തോത്രം. 90-ാം സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞപ്പോൾ തോണ്ടിയപ്പോൾ അത് കിട്ടുന്നില്ല. ഉള്ളിൽ നിന്ന് കുത്താ പുസ്തകമായിരുന്നേ കിട്ടിയാനും. ആട്ടെ, നമ്മുടെ വിഷയമല്ല. ഏതായാലും ഈ പുസ്തകത്തിൻ്റെ ഒരു വിശേഷത, ഏത് സ്ഥലത്ത് ഈ പുസ്തകവുമായിട്ട് നടന്നിയല്ല. മരണ വീട്ടിൽ പുസ്തകവും പിടിച്ചോണ്ടിയല്ല, കല്യാണം നടക്കുന്ന സ്ഥലത്താണെങ്കിലും ഈ പുസ്തകമായിട്ടല്ല, ഒരു ഓഫീസിൽ ചെല്ലുമ്പോഴും ഈ പുസ്തകം കയ്യിരുന്നാൽ അവരാരും ഒന്നും പറയുകയല്ല. മന്ത്രിമാരെ കാണാൻ എന്തെങ്കിലും കാര്യത്തിന് പോയാൽ ഈ പുസ്തകം ആയിട്ട്, പിണറായി വിജയനെ കാണാൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ഈ പുസ്തകമായിട്ട് പോകാം, അങ്ങനെ തട്ടിക്കളയത്തൊന്നുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുമ്പോൾ ഈ പുസ്തകം കയ്യിലിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം അവിടെ പരിശോധിക്കുന്നവരെ ഇപ്പം നോക്കുമായിരിക്കും, വേറെ പുസ്തകം കണ്ടാൽ അവർ കീറിക്കളയത്തില്ല. എവിടെയും ഈ പുസ്തകമായിട്ടില്ല. ഇതുപോലൊരു പുസ്തകം ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല. ഈ പുസ്തകം അതിൻ്റെ പവിത്രമായി, യോഗ്യമായി, മാന്യമായി കൊണ്ടു നടന്നാൽ ഒരനുഗ്രഹമാണ്. സാധാരണ ഉപദേശമാർ പറയുന്ന ആ ഭാഷ, ആ കാര്യം ഞാൻ കടമെടുത്തൊന്നുകൂടെ പറയാ, ഇതെടുത്തവർക്ക് ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇതെടുക്കേണ്ടതുപോലെ എടുത്തവർക്ക് ആർക്കും ഒരു ദോഷം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ലക്ഷക്കണക്കിന് പുസ്തകം ലോറിയെ കയറ്റി കൊണ്ടുപോകുന്ന ഡ്രൈവറുണ്ട്, അവൻ ഗുണപ്പെട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തെന്ന് പറയേണ്ട കാര്യമില്ല, എടുക്കേണ്ടതുപോലെ എടുത്തവർ. തലച്ചുമടെ ചുമ്മി KP ആനൻ്റെ ഗോഡൗണിൽ കൊണ്ടിട്ട ആളിനെ എനിക്കറിയാം, ഇപ്പം പിന്മാറ്റത്തില്ല. അപ്പം പുസ്തകം എടുത്തവർക്കെല്ലാം ഗുണമെന്ന് ഞാൻ പറയല്ല, ഇത് എടുക്കേണ്ടതുപോലെ. നിങ്ങൾക്ക് മനസ്സിലായില്ല? എവിടെയും ഈ പുസ്തകം കൊണ്ടിയല്ല. അത്ര ശ്രേഷ്ഠമേറിയ പുസ്തകമാണ് ഈ വിശുദ്ധ ബൈബിൾ. നിങ്ങൾക്ക് ചിലർക്കറിയാം, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നായി ഈ മാർഗത്തിൽ വന്ന്
നമ്മൾ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുള്ളതാ കുചേലവൃത്തം. അപ്പൊ അതിനകത്ത് രാമപുരത്ത് വാര്യര് ഒരു വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തോട്ടുള്ള യാത്രയില് വഞ്ചിക്കകത്ത് യാത്ര ചെയ്തു വന്നപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങ് വരെ ചെല്ലണമല്ലോ വഞ്ചിയല്ലേ, അപ്പോൾ ഒരു കാര്യം വാര്യര് പാട്ട് അങ്ങ് ചമയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ വഞ്ചിക്കകത്തിരുന്ന് ചമച്ച പാട്ടാണ് കുചേലവൃത്തം. വഞ്ചിപ്പാട്ട്, നഥോന്നത വൃത്തമാണ്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാ, കുഴിക്കാലെ സ്കൂളുണ്ടല്ലോ, സ്കൂളിൽ പഠിച്ചതാ. അപ്പൊ അതിനകത്ത് സതീർത്ഥ്യനെ കാണാനായിട്ട് കൂട്ടുകാരൻ ചെല്ലുമ്പോൾ പോയ ഭാഗമാ. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാ, ചിലക്ക് മനപാഠമാ. അപ്പൊ അതിലെ ഒരു വരിക, മുണ്ടിൽ പൊതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കച്ചത്തിങ്കൽ ഇടുക്കിക്കൊണ്ട്. അതെ, ആറന്മുള ശൈലി വേറെ ശൈലിയാ അവര് പാടുന്നത്, ഞാൻ കുട്ടനാട് ശൈലിയാ, ഇവിടെ വേറൊരു ശൈലിയാ, അത് നല്ലതാ. മുണ്ടിൽ പൊതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കൽ. നിങ്ങളാരും ഒന്നും നിങ്ങൾ വേറെ പുസ്തകം മാത്രമേ വായിക്കുകയുള്ളൂ, ആത്മീയത്തിന്റെ പരമകാഷ്ഠയിലിരിക്കുക എല്ലാവരും. എന്നാൽ ഇനിയും ചെല്ല അവിടെ ഇരുന്ന് വേണേൽ ശാസിക്കും, അതുകൊണ്ട് വെറുതെ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തായാലും ആ പൊതിയും പുസ്തകവും എങ്ങനെയാ കൊണ്ടുപോയെന്ന് പാട്ടിനകത്തുണ്ടല്ലോ. ഉറക്കെ പറയണ്ട. എന്നാൽ ഈ പുസ്തകം അങ്ങനല്ല, മാറോട് ചേർത്ത് പിടിച്ച് എവിടെയും കൊണ്ട് നടക്കാം. അത്ര ശ്രേഷ്ഠമേറിയൊരു പുസ്തകമാണ്. ഇതെടുക്കുവാനും എന്റെ ഭാഷ പറഞ്ഞ കൊത്തയാന്നിൽ ഇതിൽ നിന്ന് 10 വാക്യം പറയാൻ ഇടയാകുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ പാതയ്ക്കു ദീപമും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാതയ്ക്കു ദീപമും ആത്മാവിൻ വാളതും പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരിലിധു പോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല ന്യൂനം. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. 2 ഭാഗങ്ങളങ്ങുണ്ടതിലാകവെ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഈ ചിലർക്ക് ഈ പാട്ട് ഇഷ്ടമല്ലാത്ത കൊണ്ട് അവര് അവിടെ ഒരു ഉഴപ്പും, അത് ഞാൻ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അധികം പാടുന്നില്ല. എന്നാലും പാടും. പിന്നെ അവരെയും കൂടെ നമ്മൾ ചിലക്ക് ഈ ആത്മീയം കയറിയ പിന്നെ പാട്ടൊന്നും വിഷയമല്ല. പക്ഷേ വേദപുസ്തകം പഠിച്ചാൽ വചന ശുശ്രൂഷയ്ക്കും പാട്ടിനും ആരാധനയ്ക്കും പ്രഥമ സ്ഥാനമാണ്. അതിലേറ്റവും ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ വചന ശുശ്രൂഷ. നമ്മൾക്ക് പ്രയോജനമുണ്ടാക്കുന്ന ഈ ആത്മീക ഗാനങ്ങൾ പാടുന്നത് വളരെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഈ പ്രസംഗിച്ചൊപ്പിക്കാൻ പറ്റാത്തതൊക്കെ പാട്ട് കൂടെ അങ്ങ് പാടി ഒപ്പിക്കുന്നതാണ് നല്ലത്. ഞാൻ പാടും പുറത്താണ്, അതെന്നെ കൊണ്ട് പറയാൻ പറ്റാത്തതാ പാട്ട് പാടി അങ്ങ് ഒപ്പിക്കുക. അപ്പം അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും നമ്മുടെ പോക്ക്. എന്തായാലും ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം വേറെ ഇല്ല. അതുകൊണ്ട് എവിടെ പോയാലും ഈ പുസ്തകം കയ്യിൽ കണ്ടോണം. കുഞ്ഞുങ്ങൾ കോളേജിലും ഒക്കെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ആദ്യം വേറെ പുസ്തകം കൊടുത്തു വിടണം, അല്ലാതെ അവന് മൊബൈൽ മേടിച്ചല്ല കൊടുക്കുന്നത്. അപ്പം മൊബൈൽ അത്യാവശ്യമാണ്. പഠിക്കാൻ പോകുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ വിദേശത്താന്നില്ല സ്വദേശത്താന്നില്ല എവിടെ പോയാലും ആദ്യം ഒരു വേറെ പുസ്തകം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ എൻ്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. പിന്നെ കൊച്ചുങ്ങളെല്ലാം എന്നുള്ള പേര് തന്നെ കൊടുത്തിരിക്കുന്നത് സകലത്തിന്റെ ഉൽപ്പത്തി, ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, ഇവിടെ നോക്കുമ്പോൾ അറിയാമോ, ഇരിപ്പ് കാണുമ്പോൾ അറിയാം പരുവക്കേടായി. അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ നല്ല അന്ത്യം കിട്ടണം. സ്തോത്രം.
അപ്പൊ യാക്കോബിന്റെ മരണം 49 നല്ല മരണമാണ്. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെല്ലാം കൂടെ വിളിച്ചു കൂട്ടി പിള്ളേരുടെ കാര്യമെല്ലാം പറഞ്ഞേച്ചാ മരിച്ചത്. ഒന്നും പറയാതെ പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഒരക്ഷരം പോലെ അപ്പച്ചൻ അങ്ങനെ പോയത്, ഒന്നും മിണ്ടാതാ പോയത്. അവസാനം ചത്ത് കഴിയുമ്പോൾ പിള്ളേര് വസ്തുവിന് കിടന്ന് അടിയുണ്ടാക്കി. അങ്ങനെയൊക്കെ ഇപ്പം പലയിടത്തും നടക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പ്രായമുള്ളവരുടെയൊക്കെ ഉള്ളപ്പം പറയുന്നത്, ഈ ജീവിച്ചിരിക്കുമ്പോൾ അതെല്ലാം കൃത്യം അയക്കണം. പിള്ളേർ 4, 2, 5 ദൈവം തരുന്ന കുഞ്ഞുങ്ങളാണ്. അതൊക്കെ കൃത്യം എഴുതി വെച്ചേക്കണം. കാലശേഷമെന്നേ വെക്കാവുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം എഴുതി കൊടുത്താൽ പിള്ളേർ അവസാനം തന്നെ ആശ്വാസവന് കൊണ്ടിടും. അവിടെ യാതൊരു ആശ്വാസവും ഇല്ലെന്നുള്ളതാണ് വേറൊരു ആശ്വാസം. കാരണം ഞാൻ 1-2 പേരോട് ചോദിച്ചും പറഞ്ഞു ഒരു സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞു. അവിടുത്തെ കുഴപ്പമല്ല, വീടും പിള്ളേരെയൊക്കെ വിട്ട് വന്ന് കിടക്കുന്നത് കൊണ്ടേ അവിടെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? കാര്യങ്ങൾ നേരത്തെ ക്രമപ്പെടുത്തണം. മൂത്തവൻ ഇത്ര, ഇളയവൻ ഇത്ര, അതെല്ലാം കൃത്യമായിരിക്കണം. എന്നിട്ട് ഒളിവിൽ വെച്ചേക്കണം. കാലശേഷം അങ്ങനെ വെക്കാവുള്ളൂ. എങ്ങനെ? അവൻ പറഞ്ഞു. ആരാ പറഞ്ഞ? മോള് പറയും. ഞാൻ അതിലെല്ലാം പറഞ്ഞു കൊടുക്ക്, അമ്മച്ചിക്കൂടെ പറഞ്ഞു കൊടുക്ക് കാലശേഷം ഒന്ന് വെക്കണമെന്ന്. കൊച്ചുമോളായിരിക്കും, അവർക്ക് അതിൻ്റെ ബോധമുണ്ട്. കാലശേഷം ഇല്ലെങ്കിൽ അത് പരിവക്കേടാകും. ഞാൻ പേരും സ്ഥലവും ഒന്നും വെളിപ്പെടുത്തുന്നില്ല. ആത്മീകരെന്ന് പറയുന്നവർ തന്നെ ആ പ്രശ്നത്തിൽ കിടക്കുക. സ്തോത്രം. അപ്പം മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം കൃത്യം പറഞ്ഞു. പറഞ്ഞിട്ട് അവിടെ ഒരു പദമുണ്ട്, കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് ചേർന്നെന്ന. 49:33 അല്ലയോ ലിസിമാമേ? ഒന്ന് വായിച്ചേ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം, യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമെല്ലാം പിള്ളേരോട് പറഞ്ഞു. അല്ലാതെ കണ്ണു മറിഞ്ഞങ്ങ് പോവുമല്ലായിരുന്നു. പിള്ളേരോട് പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞു. ആജ്ഞാപിച്ച് തീർന്ന ശേഷം അടുത്തത്, അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ച് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. നല്ല മരണം ദൈവം യാക്കോബിന് കൊടുക്കും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു ദിവസം കർത്താവ് വരാൻ താമസിച്ചാൽ മരണം വഴിയായി പോകും. ഇവിടെ പ്രാർത്ഥിച്ച് മുഖവര പറഞ്ഞപ്പോൾ ഓർപ്പിച്ചല്ലോ, ഈ 2 വർഷം കൊണ്ട്, കോവിഡിന്റെ 2 വർഷം രൂക്ഷതയാ. നമ്മുടെ സ്നേഹിതർ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, സഭാവിശ്വാസികൾ, നമുക്ക് പരിചിതരായ എത്രയോ പേര് കടന്നുപോയി. അഗാധമായ ദുഃഖം പലർക്കുമുണ്ട്. നമ്മൾ വിശുദ്ധരും മിടുക്കരുമായത് കൊണ്ടല്ല ഇവിടെ ആയുസോടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ശരിയാകാൻ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. അവരെയൊക്കെ ഒരു പരുവത്തിന് അങ്ങ് കൊണ്ടുപോയി. നമ്മൾ പരുവക്കേടായതുകൊണ്ട് പിന്നെ ഒരു കൊല്ലവും കൂടെ ഇരുത്തിയിരിക്കുക. അപ്പോൾ ഈ ഇന്ന് രാത്രി യോഗം കൊണ്ട് ഒന്നുകൂടെ ക്രമീകരണം പ്രാപിക്കണം. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങണം. മരണം പിടികൂടും. ഏത് സമയത്തും മരണം നിന്നെ പിടികൂടും. മരണത്തിൽ നിന്ന് ആർക്കും ഒഴിയാവതല്ല. മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ്, ക്ഷണഭങ്കുരമാണ്. അത് എടുത്തച്ഛൻ പണ്ട് സ്കൂളിൽ പഠിച്ചതാ. ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, ഭോഗങ്ങളോരോ ക്ഷണപ്രഭാ ചഞ്ചലം, മിന്നൽ പോലെ ക്ഷണപ്രഭ. ഭോഗങ്ങളോരോ ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസുമോർക്ക നീ. നമ്മുടെ ആയുസ് വേഗം പോകുന്നതാ. ഭോഗം സുഖം. ഭോഗങ്ങളോരോ ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസുമോർക്ക നീ. വക്നി സംതപ്ത ലോകസ്ഥാമ്പു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭങ്കുരം. മായാമയമായി പരിണാമിയായ ഒരു കായം, ഈ ശരീരമേ, മായാമയമായി പരിണാമിയായ ഒരു കായം, വികാരിയായുള്ള നിതുദ്രുവം ദേഹോഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന് നീ മാനതതാരിൽ നിരൂപിച്ചതും തവജ്ഞാനമല്ലാകിതെന്നറിയുന്നില്ല. ലക്ഷ്മണോപദേശമാണ്. ചക്ഷുശ്രവണ കലസ്തമാൻ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതൊക്കെ വ്യാഖ്യാനിച്ചാൽ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായമാണ്. പിന്നെ നമ്മൾ പെന്തിക്കോസുകാർ കുത്തിയിരുന്ന് ശാസിക്കും, പുള്ളി ഈ ഹിന്ദുമാർഗത്തിന് വന്നതിൻ്റെ ബന്ധനങ്ങളായതല്ല. അതൊന്നും ഇതുവരെ അഴിക്കൊന്നും വേണ്ട, അവിടെ അടങ്ങിയിരുന്നാൽ മതി. മനസ്സിലാക്കി തരാം. ചക്ഷുശ്രവണ കലസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാകിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അർത്ഥം, ചക്ഷുശ്രവണൻ എന്ന് പറഞ്ഞാൽ പാമ്പ്, സർപ്പം, ഉരകം, സരീസൃപം എന്നൊക്കെയാ സൈമൺ സാറ് കൊടുത്തേക്കുന്നത്. ഭുജകേന്ദ്രൻ, സരീസൃപം, സ്വഭാവം അനുസരിച്ചാണ് പേരും വരുന്നത്. അപ്പൊ ചക്ഷുശ്രവണൻ പാമ്പ്. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം, ഗളം കഴുത്ത്. അർത്ഥം ഇത്രയുള്ളൂ, പാമ്പിന്റെ വായിൽ തവള ഇരിക്കുക. ദർദുരം തവള. അപ്പൊ തവള ഇങ്ങനെ
ചാടി ചാടി പോയപ്പോൾ പാമ്പ് അവിടെ ഇരിക്കുകയായിരുന്നു. പാമ്പ് ഒരു പിടുത്തം പിടിച്ച് വിഴുങ്ങുക തവളെ. രണ്ട് കാലും വയറിന്റെ ഏതാണ്ട് ഈ ഭാഗം വരെ പാമ്പിന്റെ വായിലാണ്. ചച്ചുശ്രവണൻ പാമ്പ്. ചച്ചുശ്രവണം ഗളസ്തമാം ദർദുരം തവള. ചച്ചുശ്രവണ ഗളസ്തമാം ദർദുരം. അപ്പൊ പാമ്പ് ഈ തവളെ വിഴുങ്ങി രണ്ട് കാലും ഏതാണ്ട് ഈ ഭാഗം വരെ പാമ്പിന്റെ വായിക്കകത്ത്. അതിനൊരു അല്പം കൂടി ഉള്ള അകത്തോട്ട് പോകാൻ. അപ്പൊ അങ്ങനെ തവള ഇരിക്കുമ്പോഴും തവളയുടെ മുന്നിൽ കൂടെ ഒരു മിന്ത് പോയാൽ ചാടി പിടിക്കുക. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ അവന്റെ മുക്കാലും മറ്റവന്റെ വായിക്കകത്താ. മനസ്സിലാകുന്നുണ്ടോ? ഉക്രൈനിൽ യുദ്ധം നടക്കാതിരിക്കട്ടെ, നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നടക്കട്ടെ. അതാ നമ്മളെ ഏൽപ്പിച്ചത്, അത് പ്രാർത്ഥിക്കണം. പക്ഷെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം ഉണ്ടാകും, നടക്കും, നടക്കണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അവിടെയാന്നോർത്ത് കുഴിക്കാല, നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരിന് കുഴിക്കാല ഇടിങ്ങാറ്റമാണല്ലോ. കുഴിക്കാല വരികയാണെന്ന് പേര് തന്നെ കേൾക്കുമ്പം പേടിക്ക് സാധ്യതയുള്ളതാ. എന്തുവാ? മനസ്സിലായല്ലോ? ഏത് സമയത്ത് എന്തും സംഭവിക്കാം. ഒന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവ്, ഇല്ലെങ്കിൽ വല്ലാത്ത സംഭവങ്ങൾ നടക്കാൻ പോവുകയാ. അപ്പൊ ഇതിന്റെ നടുവിൽ നാം ചെയ്യേണ്ടത് ദൈവത്തെ ഭജിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിശ്വസ്തരായി ജീവിക്കണം. അതിനാ ദൈവം നമുക്ക് അവസരം തരുന്നത്. അപ്പൊ ചച്ചുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ പാമ്പിന്റെ വായിൽപ്പെട്ട തവള തന്റെ മുന്നിൽ കൂടെ പറന്നു പോകുന്ന മിന്തിനെ പ്രാണിയെ ചാടി പിടിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമായ ലോകവും കാലമാകുന്ന അഹി പാമ്പ്, കാലമാകുന്ന പാമ്പിന്റെ വായിൽപ്പെട്ട് ഈ ലോകം ആലോല ചേതസ ഭോഗം തേടുക, ലോകം സുഖത്തിന് ഓടുക. മദ്യം കുടിക്കാനും പുകവലിക്കാനും ലഹരി പദാർത്ഥത്തിന് അടിമപ്പെടാനും മറ്റു പാപ മ്ലേച്ഛതകൾക്ക് സമയം കണ്ടെത്തി അതിൽ രസിച്ച് മുഴുകാനുള്ള സമയമല്ല. നീ അല്പസമയം കിട്ടിയാൽ യേശുവിനെ ആരാധിക്കണം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുനാമം. എല്ലാ നാമത്തിലും മേലായ നാമം. കൈയടിച്ച് ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ആമേൻ. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ആമേ ശ്രീയേശു നാമം അതിശയ നാമം. ഓ ഏഴയനിക്കിമ്പ നാമം. ആമേ ശ്രീയേശു നാമം അതിശയ നാമം. ഏഴയനിക്കിമ്പ നാമം. ഓ ശ്രീയേശു നാമം അതിശയ നാമം. ഏഴയനിക്കിമ്പ നാമം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും മരണം എന്നെ നിങ്ങളെയും പിടികൂടും. ആ മരണത്തിന്റെ തണുത്ത കരമെന്ന് തലോടുന്നതിന് മുമ്പ് നീ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മരിച്ചു കഴിഞ്ഞ് എന്തേലും ചെയ്ത് ആർക്കും ആരെയും സ്വർഗത്തിൽ വിടാനൊക്കത്തില്ല. ഞങ്ങൾ ഉപദേശിമാർ വന്ന് പ്രസംഗിച്ചത് കൊണ്ടോ, IPCയുടെ പ്രസിഡന്റ് വന്നതുകൊണ്ടോ, അസംബ്ലി സൗഡിന്റെ സൂപ്രണ്ട് വന്നതുകൊണ്ടോ, ചർച്ച കൊണ്ട് ഓവർസിയർ വന്നതുകൊണ്ടോ, ഇനി വലിയ വലിയ പാസ്റ്റർമാരോ അച്ഛന്മാരോ ആര് വന്നാലും സ്വർഗത്തിൽ പോകുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പിക്കണം. അതിനായി അവസരം ദൈവം തരുന്നത്. അന്നേരം എൻ്റെ ഭാഷ പറഞ്ഞാൽ ഉഴപ്പിത്തല്ലേ നടക്കരുത്. നല്ല അവസരം ദൈവം ഇന്ന് രാത്രി നമുക്ക് തന്നിരിക്കുക. ദൈവമക്കൾ ഒന്നുകൂടെ സമർപ്പിക്കണം. ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവർ ഇന്ന് രാത്രി രക്ഷിക്കപ്പെടണം. ഇതുവരെയും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാത്തവർ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. ആത്മസ്നാനം പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി അതിനോട് വാഞ്ചിക്കണം. ദൈവം നിന്റെ മേൽ പകരും. പ്രൈസ് ദി ലോർഡ്. അതെ, അപ്പൊ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം, ഒടുവിലത്തെ 2 അധ്യായം 2 മരണമാണ്. ഒന്ന് യാക്കോബിന്റെ മരണം, 2 യോസഫിന്റെ മരണം. 2 നല്ല മരണമാണ്. യോസേഫ് മരിക്കുന്നതിന് മുമ്പ് സഹോദരന്മാരോട് വിളിച്ചു പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്, നിങ്ങളെ കനാനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ ഇവിടുന്ന് എടുത്തോണ്ട് അങ്ങ് പോകണം. കാരണം ഞാൻ ഇവിടെ ജീവിച്ചെങ്കിലും ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. ദീർഘവർഷങ്ങൾ മിസ്രൈമിൽ താൻ പാർത്തുമെങ്കിലും ആ പറഞ്ഞതിന്റെ ആശയം, ഞാൻ ഇവിടെ വസിച്ചെങ്കിൽ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് തന്നിരിക്കുന്ന ദൈവമക്കൾക്ക് വിശേഷ പദങ്ങളുണ്ട്. അതിലൊരു പ്രയോഗമാണ് നമ്മൾ പരദേശികളാണ്. പത്രോസ് ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. പ്രവാസികളും
പരദേശികളും. നാം പരദേശികളാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, നമ്മുടെ സ്വദേശം ഇവിടെ അല്ല, നമ്മുടെ സ്വദേശം അങ്ങ. ഈ ചിന്താഗതിയോടെ വേണം ജീവിതം ആമേൻ കൊണ്ടുപോകാൻ. യോസേഫ് എന്നാ പറഞ്ഞത്, ഞാൻ മരിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അപ്പോൾ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം. 2 മരണ ഉൽപ്പത്തി നടന്നു. 2 നല്ല മരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ, മരിക്കുന്നതിന് മുമ്പ് ആമേൻ എന്നും പ്രാർത്ഥിച്ചോണം നല്ല അന്ത്യം കിട്ടാൻ. കർത്താവിന് മഹത്വം. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നത് ഇനി മരണം ഉണ്ടാകുകയില്ലെന്നാണ്. അപ്പൊ ഉൽപ്പത്തിയും വെളിപ്പാടും താരതമ്യ പഠനം നടത്തുമ്പോൾ ധാരാളം കാര്യം നമുക്ക് പഠിക്കാൻ പറ്റുമോ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്ന് രാത്രി സമയം പോകുന്നല്ലോ. വായിച്ച തിരുവെടുത്ത് 5-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. അറക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ യോഗ്യതകളെ പറ്റി അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. നമുക്കറിയാം, ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം 22 അധ്യായങ്ങളാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്. അവർക്ക് ഈ കാര്യം നന്നായിട്ട് അറിയാൻ പാടില്ലാത്ത ആരേലും കേൾക്കുന്നെങ്കിലോ ഇതിന് ശേഷമായി ശ്രദ്ധിക്കുന്നെങ്കിൽ അവരുടെ അറിവിനായി ഇത് പറയുന്നത്. വെളിപ്പാട് പുസ്തകം വളരെ പരിചിതമായ പുസ്തകമാണ് ദൈവമക്കൾക്ക്. 22 അധ്യായങ്ങൾ. ഓരോ അധ്യായവും വേഗത്തിൽ പഠിപ്പാൻ വേദപഠിതാക്കൾ അധ്യായത്തെ ഓരോ വിഷയങ്ങളായിട്ട് അപഗ്രഥിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സാധാരണ നാം പഠിക്കുന്നത് 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2, 3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം വിവാദ അധ്യായമാ ചിലർക്ക് അവർ പറയുന്ന സഭ ഇവിടെ കാണുമെന്ന് പറയുന്നു, ചെല്ല് കാണുകയായിരുന്നു. എന്നാൽ 4-ാം അധ്യായത്തിൽ സഭ ഇവിടുന്ന് മാറ്റപ്പെടുക. ഇവിടെ സഭ മഹോദരത്തിൽ കൂടെ സഭ പോകുകയല്ല. പോകുന്നെന്ന് പറയുന്നവരുണ്ട്, അവർ പോകട്ടെ, നമുക്ക് പോകണ്ട. ചെല്ല് പറയുന്നത് പകുതി കഴിഞ്ഞേ പോകുവോളെന്നാ. പകുതി വരെ തല്ല് മേടിച്ചേച്ചേ പകുതി കഴിഞ്ഞ് പോകണമെന്നാ. ചെല്ല് പറയുന്നത് പകുതിയല്ല, 3/4 തല്ല് മേടിച്ച് ഒടുവിൽ പോകുന്നെന്നാ. എന്തായാലും ദൈവമക്കളോടൊരു കാര്യം പറയാം, ദൈവസഭ മഹോദ്രവത്തിൽ കൂടെ പോവുകയല്ല. മഹോദ്രവത്തിൽ കൂടെ ദൈവസഭ പോവുകയല്ല. ഉപദ്രവങ്ങളിൽ കൂടെ പോകും. പക്ഷേ അത് സഭ തുടങ്ങിയപ്പോൾ മുതൽ ഉപദ്രവം ഉണ്ടല്ലോ. ഉപദ്രവത്തിൽ കൂടെ ഇപ്പോൾ ഉപദ്രവത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയല്ലോ. എല്ലാവരും ഉപദ്രവത്തിൽ കൂടെ. പക്ഷെ മഹോദ്രവത്തിൽ മഹാപീഠയിൽ കൂടെ സഭ പോവുകയല്ല. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ പഠിപ്പീരല്ല. അതിന് പിന്നെ അത് പഠിക്കുന്ന നല്ലതാണ്, കാരണം അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. പക്ഷെ ദൈവസഭ മഹോദ്രവത്തിൽ കൂടെ പോവുകയല്ല. എന്തായാലും കൊള്ളാം. 4-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെടുകയാണ്. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനമാണ്. 6-ാം അധ്യായത്തിൽ ആ വീണ്ടെടുപ്പിന്റെ ഗാനം ഭൂമിയുടെ വീണ്ടെടുപ്പാ. ഒരു പുസ്തകം കാണുന്നു, മുദ്ര കാണുന്നു, മുദ്ര പൊട്ടിക്കുവാൻ ആരും ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ ആ ഭാഗത്തേക്ക് വരും. അപ്പോൾ 6-ാം അധ്യായത്തിൽ ഈ മുദ്ര പൊട്ടിക്കുന്ന കുഞ്ഞാട്. 7-ാം അധ്യായത്തിൽ 144,000 പേരെ നമ്മൾ ദർശിക്കുന്നു. 8-ാം അധ്യായത്തിൽ ക്രോധകലശങ്ങൾ ഒഴിക്കുന്നതായിട്ട് കാണുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാർ അഴിച്ചുവിടുന്നതായിട്ട് കാണുന്നു. 10-ാം അധ്യായത്തിൽ ചെറു പുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് ദർശിക്കുന്നു. 11-ാം അധ്യായം അതും വിവാദമാണ്. 2 സാക്ഷികൾ, ഏലിയാവും മോശയാന്ന് പറഞ്ഞു, ഏലിയാവും ഹാനോക്കും, അതും തർക്കമാണ്. ഈ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. 2 സാക്ഷികളെ നിങ്ങൾക്ക് കണ്ടാൽ മതി, ആരേലും ആയിക്കോട്ടെ. എന്തായാലും ഹാനോക്ക് എന്നുള്ളത് അല്ലെന്നുള്ളത് തെളിവാണ്. ദൈവത്തിന് മഹത്വം. ഒരാരുമല്ല, 2 സാക്ഷികൾ എന്നേ ഉള്ളൂ. എന്തായാലും 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ. 12-ാം അധ്യായം സൂര്യധാരണിയായ സ്ത്രീ, അതും ചിലരുടെ ഇടയിൽ വിവാദമുള്ള വിഷയമാണ്. അതും ഞാൻ തൊടുന്നില്ല. 13-ാം അധ്യായത്തിൽ ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിന് കയറി വരുന്നു. 14-ാം അധ്യായം 144,000 പേര് സിയോൻ മലയിൽ കുഞ്ഞാടിനോട് കൂടെ. 15-ാം അധ്യായത്തിൽ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വൈണികന്മാർ വീണ പിടിച്ച് പളങ്ക് നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായത്തിൽ ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ട് ഒഴിക്കുന്നു. 17-ാം അധ്യായത്തിൽ മർമ്മം മഗതിയാം ബാബിലോൺ എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് പറയുന്നതാ കുറച്ചുകൂടെ നല്ലത്. 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപ്പതനം. 19-ാം അധ്യായം ദൈവമക്കളുടെ പ്രത്യാശ ഒന്നുകൂടെ വർദ്ധിക്കുന്നതാ കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. 21-ാം അധ്യായം പുത്തൻ യെരൂശലേം, അത് നമ്മുടെ പ്രത്യാശ നന്നായിട്ട് വർദ്ധിക്കുന്നതാ പുത്തൻ യെരൂശലേം. 22-ാം അധ്യായം വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊടുത്തു, നിത്യതയിലേക്ക് കയറുക. ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം ഓടിച്ച് നമ്മളൊന്ന് അപഗ്രഥിച്ച് പഠിക്കുന്നത്. അതെ, 5-ാം അധ്യായം 12-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 1, 2, 3 അധ്യായത്തിൽ നിന്ന് 4 അധ്യായത്തിൽ ഓടിച്ചൊന്ന് ചിന്തിച്ച് 5-ൽ കയറി എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട് അറക്കപ്പെട്ട കുഞ്ഞാടിനെ ചില യോഗ്യതകൾ പറഞ്ഞ് നിർത്തുവാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. 1-ാം അധ്യായം നമുക്കറിയാം, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് എന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടവനായി കിടക്കുക. യോഹന്നാൻ നാട് കടത്തപ്പെട്ടത്, നാട്ടിൽ നിന്ന് പോയത്, അതാ നല്ലത്. യോഹന്നാൻ നാട് വിട്ടത്, നാട്ടിൽ നിന്ന് പോയത്, അതിന് തർക്കമുണ്ടായി പോയതല്ല. സഹോദരങ്ങളുമായിട്ട് അടിയുണ്ടാക്കി നിക്കക്കളി ഇല്ലാതെ പോയതല്ല. അയലത്തുകാരനുമായിട്ട് വാക്കേറ്റം ഉണ്ടായി അവനെ കത്തിക്ക് കുത്തിയേച്ച് ഉണ്ടയിട്ട് പോയതല്ല. അങ്ങനെയൊക്കെ പോയ ധാരാളം ആൾക്കാർ പല നാട്ടിലും ഉണ്ട്. അവരൊക്കെ പിന്നീട് വലിയ ആൾക്കാരായിട്ടൊക്കെ വന്ന് സ്റ്റേജിൽ നിന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. അമ്മയെ കുത്തിക്കൊന്ന പുള്ളിയാണ് ഇപ്പോൾ സാക്ഷ്യം നന്നായിട്ട് പറയുന്നത്.
നമ്മളും പറയും ഭയങ്കര സാക്ഷ്യമാണ്. എന്തുവാ പറ്റതല്ല ഒറ്റ കുത്തിന്. നമ്മുടെ ജോർജ് കുട്ടിക്ക് സാക്ഷ്യം ഒന്നുമില്ല. അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്നവനാ. അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്ന എന്നാ സാക്ഷ്യം പറയാനാ? അമ്മ ഒറ്റ കുത്തിന് കൊന്നവർ, കുത്തിയച്ചവൻ കത്തിയിട്ട് കശക്കി. അപ്പം നമ്മുടെ സാധുക്കൾ, ഈ സഹോദരിമാർ സാധുക്കളാ കേട്ടോ. ബലഹീന പാത്രം ഒന്നാന്നില്ല പത്രോസും കൊടുത്ത് വിത്തുങ്ങൾ ഉടനെ പറയും എൻ്റെ അച്ഛാനെന്ന് കേൾക്കേണ്ടതാ സാക്ഷ്യം. അച്ഛൻ തള്ളയ്ക്ക് വെള്ളം കൊടുക്കുന്നതുകൊണ്ട് അച്ഛന് സാക്ഷ്യം. ഓ, ഞങ്ങളങ്ങ് തരിച്ചു പോയി. ഭയങ്കര സാക്ഷ്യം. എടാ, അമ്മയെ കുത്തിക്കൊന്നവനോ അപ്പനെ കുത്തിക്കൊന്നവനോ അത് രക്ഷിക്കപ്പെടരുന്ന അവർ രക്ഷിക്കപ്പെടണം. മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടാൽ സ്റ്റേജിലോട്ടല്ലേ വിളിക്കേണ്ട, അവനെ പുറകെ ഇരുത്തണം. അവനെ പുറകെ ഇരുത്തണം. ലോകത്തിന് വരണം, വന്നവൻ പുറകെ ഇരിക്കണം. പുറകെ ഇന്നിച്ച് പ്രാർത്ഥന തന്നെ, പാട്ട് തന്നെ, ആരാധന തന്നെ, കൂട്ടായ്മ തന്നെ, ഇതെന്ത് വന്ന് അവൻ ആദ്യം പഠിക്കണം. കുറഞ്ഞ ഒരു 4-5 കൊല്ലം ഇരുന്ന് പഠിക്കട്ടെ. പഠിച്ചേച്ചേ വലിയ അപാകതയില്ലെന്ന് കണ്ടാൽ അല്പസമയം കൊടുക്കുക. അത് സൂക്ഷിച്ച് വിവേചിച്ച് പഠിച്ചേച്ച് വേണം. മനസ്സിലായോ? ഇല്ലേ, പരോളിറങ്ങിയപ്പോൾ അവൻ്റെ മൈക്ക് കൊടുത്തിരിക്കും. അവൻ എന്നാക്കാ വിളിച്ച് പറയുന്നത്? ചുമ്മാ ഇരിക്കുന്ന കൊച്ചുങ്ങൾക്കും ഇളക്കം ഉണ്ടാകും. കൊച്ചുങ്ങളും പറയാം നമുക്ക് ഒരു സാക്ഷ്യം ഉണ്ടാക്കണമില്ല, നമുക്കെന്നാ അമ്മേ. ശരിയല്ല. അവനവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. യോഹന്നാൻ നാട് കടത്തപ്പെട്ടത് അടിപിടി കേസിൽ പോയതല്ല, അക്രമം കാട്ടി പോയതല്ല. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം 2 കാരണത്താലാണ് നാട് കടത്തപ്പെട്ടത്. 1 ദൈവത്തിന്റെ വചനം നിമിത്തം, 2 യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം. യേശുക്രിസ്തുവിനെ സാക്ഷിച്ചതിനാൽ, യേശുക്രിസ്തുവിനെ ഉയർത്തിയതിനാൽ, യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചതിനാൽ, യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയതിനാൽ. അങ്ങനെ നീ പീഡ അനുഭവിക്കുന്നെങ്കിൽ ഒരു ദിവസം ദൈവം നിനക്ക് പ്രതിഫലം തരുന്നൊരു സുദിനമുണ്ട്. ദൈവത്തിന്റെ വചന നിമിത്തമാണ് നിന്നെ ഉപദ്രവിക്കുന്നെങ്കിൽ നിനക്ക് പ്രതിഫലമുള്ള വിഷയമാണ്. ഉപദേശ സത്യങ്ങൾക്കും തിരുവചനത്തിന്റെ സത്യങ്ങൾക്കും വചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വേണ്ടി നീ നിവരെ നിൽക്കുമ്പോൾ, ഞാനോ നിങ്ങളോ നിവരെ നിൽക്കുമ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികൂലമോ പീഡകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. നമ്മെ ആദരിക്കുന്നൊരു സുദിനമുണ്ട്. 2 കാരണത്താലാണ് യോഹന്നാൻ നാട് കടത്തപ്പെട്ടെന്ന് അവിടെ തന്നെ വ്യക്തമാണ്. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അടുത്തത് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായെന്ന. അപ്പോൾ ആത്മവിവശത, അതും വിവാദമായ വിഷയങ്ങൾ, അതിലോട്ടൊന്നും ഞാനിപ്പോ പ്രവേശിക്കുന്നില്ല. ചിലര് നേരത്തെ ഇങ്ങനെ കാണിക്കുമ്പോൾ അങ്ങ് താഴെ വീഴുന്നുണ്ട്. ചിലര് ഇങ്ങനെ ചെറുതാട്ടൊന്ന് ഇങ്ങനെ, പിന്നെ ചിലര് വീഴാനായിട്ട് തന്നെ വീട്ടിൽ മിറ്റമുണ്ട്, പറമ്പുണ്ട്, ബെഡ്റൂമുണ്ട്, അവിടെ വീണാ പോരെ. നീ പറമ്പിലെല്ലാം ചെന്ന് തെള്ളിയിടുക. ചിലർ തെള്ളിയിടും, ചിലർ തന്നെ വീടും, ചിലർ വീണ അവിടെ അങ്ങ് കിടക്കുക. അപ്പം മെയിൻ പാസ്റ്റ് വരെ അവിടെ കിടന്നോട്ട് അമ്മക്ക് പോയേക്കാന്ന് പറഞ്ഞു അവരവരുടെ വണ്ടിയെ കയറി പോയി. സഹോദരി അവിടെ കിടക്കുക. ആത്മവിവശതയാ, അവശതയല്ല. അവസാനം വീണ ചെഴുന്നേറ്റ് പോകുന്ന എന്ത് അവശതപ്പെട്ടാ പോകുന്നറിയാവോ? ആ ഓട്ടോക്കാരന് വിട്ടേച്ച് പോയി. അവസാനം കലിങ്ക കയറി ഇരിക്കുക കഥച്ചേച്ച്. ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല, സ്ഥലമൊന്നും പറയുന്നില്ല. ഒരു സ്ഥലത്ത് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുസ്നേഹിതൻ പറഞ്ഞ് നമുക്കൊരു യോഗത്തിന് പോകും, വരുന്നോന്ന് ചോദിച്ചു. അന്ന് യോഗം, എനിക്ക് വേറെ യോഗമില്ല, പോയേക്കാം. ചെന്ന് പെട്ടുപോയി. അന്ന് കണ്ട കാഴ്ചയാ. ചെന്ന് കണ്ടു ഒരു തള്ള പൊത്തോന്ന് താഴെ അങ്ങ് വീണ്. അവരെ ആരും തള്ളിയില്ലൊന്നുമില്ല, അവരങ്ങ് വീഴുക. അവിടെ വീണോണ്ടിരിക്കുക. ഇവരും അങ്ങ് വീണു, അവിടെ കിടന്നു. യോഗം കഴിഞ്ഞപ്പോൾ ഞങ്ങളും താമസിച്ചാണ് ഇറങ്ങിയത്. അവരുടെ ഭർത്താവാണെന്ന് തോന്നുന്നു, അവിടെ വെളി നിൽക്കുക. പിന്നെ വന്ന് പതുക്കെ എടുത്ത് പാവത്തിൻ്റെ പോക്കൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങ് അവശതയായി. വിവശതയല്ല, അവശതയായി. ആ മുടിയെല്ലാം അഴിഞ്ഞ് അവസാനം ഒരു ഓട്ടോ, പുള്ളിയാന്ന് തോന്നുന്നു, ഓട്ടോ വിളിച്ച് കയറാൻ പറഞ്ഞ് കയറിയപ്പോൾ അങ്ങേരോട് പറഞ്ഞ് എൻ്റെ ഷാൾ അവിടെ എങ്ങാനും കാണുമെന്ന് എടുത്തോണ്ട് വരാൻ. അയാൾ ഓടി ഷാളെടുത്തു. ഷാൾ കൊണ്ട് കൊടുത്തപ്പം പറഞ്ഞ് വാച്ചും കാണുന്നില്ലെന്ന്. അവന് വരുന്ന ഗതികേട്. പിന്നെ അവിടെ അങ്ങാട്ട് തപ്പിങ്ങാണ്ട് വാച്ച് കൊണ്ട് കൊടുത്തു. അന്നേരം കയറിയപ്പോൾ അവൻ പറയാം, മേലിൽ ഈ കോളിന് എന്നെ വിളിച്ചേക്കരുത്. വല്ല കാര്യമുള്ള അവൻ ഒരു യോഗത്തിന് വന്നതാ. യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി.
ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ആത്മാവിന്റെ വിവശതയ്ക്ക് ഞാനെതിരല്ല. പക്ഷെ വിവശത വന്നാൽ ഇന്ന് കാണിക്കുന്നത് പോലല്ല. വിവശത വന്നാൽ കാണും, കേൾക്കും, അറിയും, ഓർക്കും, എഴുതും, അതൊക്കെ ആ ഭാഗത്തുണ്ട്. നീ കാണുന്നത് അങ്ങനല്ലയോ? 10 ദിവസത്തെ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളനാദത്തിനൊരു ശബ്ദം മഹാനാദം എന്റെ പുറകിൽ ഒരു ശബ്ദം കേട്ടു. അടുത്ത 13-ാം വാക്യം എന്നോട് സംസാരിച്ച 12-ാം വാക്യം എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയുന്നതിരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടുവനായി മനുഷ്യപുത്രന്റെ സദൃശനായവനെയും എന്ന് പറഞ്ഞാൽ അവൻ യേശു ക്രിസ്തുവിനെ ദർശിച്ചു. ആത്മവിവശത വരുമ്പോൾ നീ യേശു ക്രിസ്തുവിനെ ദർശിക്കും. ആ ദർശിക്കുന്നത് ഭയപ്പെടുത്തുന്ന യേശുവല്ല, നിന്നെ സ്നേഹിക്കുന്ന യേശു, നിന്നെ രക്ഷിക്കുന്ന യേശു, സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായ യേശു. ഈ കർത്താവിനെ താൻ ദർശിക്കുക. അത് കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ, യേശുക്രിസ്തുവിനെ 1-ാം അധ്യായത്തിൽ ദർശിച്ചു. അപ്പോൾ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ദർശിച്ചു. ഞാൻ എപ്പോഴും പറയും, യേശുക്രിസ്തുവിനെ പോലെ യോഗ്യനായ ഒരുവനില്ല. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, മഹത്വമുള്ള, മഹിമയുള്ള ഒരുവൻ ഉലകത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല. എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. ഞാൻ പറയാറുണ്ട്, അനുഗമിക്കുന്നെങ്കിൽ യേശുവിനെ അനുഗമിക്കണം, ആരാധിക്കുന്നെങ്കിൽ യേശുവിനെ ആരാധിക്കണം, അംഗീകരിക്കുന്നെങ്കിൽ യേശുവിനെ അംഗീകരിക്കണം, സേവിക്കുന്നെങ്കിൽ യേശുവിനെ സേവിക്കണം. ആ കർത്താവിനെ അറിയുവാനും ആരാധിക്കാനും ലഭിച്ച ദൈവമക്കളെ അത് ഭാഗ്യമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. 2-3 അധ്യായം നമുക്കറിയാം. 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതീര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ 7 സഭയ്ക്കുള്ള ദൂത്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. 7 സഭകളോടും ദൂത് പറയുക. ഈ സഭകളോടൊക്കെ ദൂത് പറയുമ്പോൾ 1-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് നിലവിളക്കുകളുടെ നടുവിൽ എന്നാണ് 1-ൽ കൊടുത്തിരിക്കുന്നത്. നിലവിളക്കുകളുടെ നടുവിൽ. നിലവിളക്ക് എന്തുവാണെന്ന് വ്യാഖ്യാനം 7 നിലവിളക്ക് 7 സഭകളാണ്. അപ്പൊ നമ്മൾ വ്യാഖ്യാനിക്കണ്ട, വ്യാഖ്യാനം അവിടെ തന്നെ ഉണ്ട്. 7 നിലവിളക്ക് 7 സഭ. അപ്പൊ ഈ നിലവിളക്കുകളുടെ നടുവിൽ യേശു ക്രിസ്തു. അപ്പൊ കർത്താവ് സഭയുടെ നടുക്ക, സഭയുടെ നടുക്ക. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരുന്നത് കൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. ഇതിലൊരു ഭാഗം പറഞ്ഞങ്ങ് പോകാം. ഈ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്. അപ്പൊ 7 നിലവിളക്കുകളുടെ നടുവിൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ സഭയുടെ നടുക്ക് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു സഭയുടെ നടുക്ക്. സഭ ആരംഭത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ എഫെസോസ് സഭയുടെ ദൂത് പറയുക. ആ ദൂത് പറയുമ്പോൾ സഭയുടെ നടുക്ക് കർത്താവ് വെറുതെ നിൽക്കുകയല്ല. അവിടെ ഒരു പദമുണ്ട്, വായിച്ചേ. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സ്മുർനയിലെ സഭയുടെ ദൂതൻ അല്ല, 2-ന്റെ 1. അത് 3 വായിക്കും. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് കർത്താവുണ്ട്. 2-ാം അധ്യായം പറയുമ്പോൾ സഭയുടെ നടുക്ക് വെറുതെ നിൽക്കുകയല്ല, സഭയുടെ നടുക്ക് നടക്കുന്നവനാ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവനാ. വെറും ഒരു സ്റ്റാച്ചു അല്ല യേശു ക്രിസ്തു. അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. നടുവിൽ കൂടെ നടക്കുക. അപ്പൊ 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക്, 2-ാം അധ്യായത്തിൽ സഭയുടെ നടുവിൽ കൂടെ കർത്താവ് നടകൊള്ളുക. സഭാചരിത്രം പഠിച്ചു വരുമ്പോൾ അങ്ങനെ എഫെസോസ് സഭയോട് കാര്യം പറഞ്ഞ് ഒടുവിൽ ലവോദിക്കിയ സഭയുടെ ആ പീരിയഡ് വന്നപ്പോൾ, ആ കാലം വന്നപ്പോൾ കർത്താവ് സഭയുടെ നടുക്കുമില്ല, നടുവിലുമില്ല, എന്റെ ഭാഷ പറഞ്ഞ പുറകിലുമില്ല. കർത്താവ് വാതിൽക്കൽ. അപ്പം വാതിൽക്കലാകുമ്പോൾ പുറത്താ. നടുക്കുമില്ല, നടുവിലുമില്ല, നടക്കുന്നുമില്ല, പുറകിലുമില്ല. യേശു സഭയുടെ പുറത്ത്. വാതിൽക്കൽ നിന്ന് മുട്ടുന്നത് പറയുമ്പോൾ പുറത്തല്ലേ, അകത്തോട്ടൊന്ന് കയറാനാ. അകത്ത് കൊണ്ടുപിടിച്ച് ആരാധനയാ, പ്രൈസ് ആൻഡ് വർഷിപ്പ്. നിന്നാരാധിക്കുന്നു, നടന്നാരാധിക്കുന്നു, ഇരുന്നാരാധിക്കുന്നു, ഓടി ആരാധിക്കുന്നു. പക്ഷെ യേശു സഭയുടെ പുറത്താ. അതിന്റെ കാരണം പറയാം. സഭയ്ക്കകത്ത് ആത്മീക ശുശ്രൂഷകളല്ല നടക്കുന്നത്. കർത്താവിന് ഇരിക്കത്തക്ക ഒരു അന്തരീക്ഷമല്ല സഭയ്ക്കകത്ത്. അതുകൊണ്ട് യേശു സഭയുടെ വെളിയിൽ നിന്ന് മുട്ടുക, അകത്തോട്ട് പ്രവേശിക്കാൻ. കാരണം സഭയ്ക്കകത്ത് പല പ്രശ്നങ്ങളാണ് നടക്കുന്നത്. നിങ്ങൾ ആ സഭാചരിത്രം പഠിക്കുമ്പോൾ അറിയാം. സ്തോത്രം. 1, സഭയ്ക്കകത്ത് ആദ്യ സ്നേഹമില്ല. 2, വിശ്വാസി തമ്മിൽ കണ്ടാൽ മിണ്ടുന്നില്ല. ഒരു സഭയിലാ കൂടുന്ന തമ്മിൽ മിണ്ടുന്നില്ല.
രണ്ട് വിശ്വാസി അപ്പുറം ഇപ്പുറം താമസിക്കുക, മതിൽ നല്ല കണക്കിനാ പൊക്കി കെട്ടിയേക്കുന്നത്. എല്ലാവരുമല്ല, അവര് ഷാരോ, നിങ്ങളോ, ഞങ്ങൾ IPC, അപ്പുറം അവരാതാ, അത് പെന്തിക്കോസുകാരാ, അവർ ചർച്ച കൂടി തമ്മിൽ ചിലർ മിണ്ടുകയല്ല. ഇവിടെ യോഗം വെച്ചാൽ അവർ കയറുകയില്ല, അവിടെ യോഗം വെച്ചാൽ ഇവരും കയറി. ഈ മിറ്റത്ത് യോഗം വയ്ക്കുമ്പോൾ എല്ലാവരും വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു സഭയിൽ കൂടുന്നവർ തമ്മിൽ മിണ്ടുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ട് കേസും വഴക്കും കോടതിയും പ്രശ്നമായിട്ട് നടക്കുക. ആദ്യ സ്നേഹമില്ലെന്ന്. ഇപ്പൊ പിന്നെ കോവിഡ് ആയതുകൊണ്ട് കൈ ഒന്നും കൊടുക്കാനൊക്കെയല്ല. കൈ കൊടുക്കുന്ന കാലത്താണെങ്കിലും പണ്ട് കൊടുക്കുകയല്ല. രണ്ട് വിശ്വാസികൾ തമ്മിൽ കണ്ടാൽ ആദ്യം ചെയ്യുന്നത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്നൊക്കെയാ പണ്ട് പറയുന്നത്. ഇപ്പൊ അങ്ങനെ ആരും പറയുന്നുമില്ല. കാരണം ഇതിവിടെ മോക്കട്ടയും കൂടെ ഉള്ളവർ എല്ലാം ഇപ്പം നന്നായി വന്നെന്നുള്ളതാണ്. എല്ലാവരും ഇത് വെച്ച്, കാരണം ഇപ്പം അത് വെക്കുന്നതാണ് നല്ലത്. കാരണം സഭയെ വന്നപ്പോഴും പണ്ട് കാലത്ത് നീ ഒരു ദോത്രം പറയുകയല്ല, നീ പറഞ്ഞിട്ടുമില്ല. പാസ്റ്റർമാർ നിന്നിങ്ങനെ ബില്ലി പറയും, ഒരിക്കൽ കൂടെ സ്തുതിച്ചാട്ടെ. ആര്? ശക്തിയോടെ പാസ്റ്റർ ഇങ്ങനെ വളയ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഈ പാസ്റ്റർക്ക് ബന്ധമായി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ വല്ലോ ഈ പാസ്റ്റ് കേട്ടിട്ടുണ്ടോ? പാസ്റ്റർ എന്ന് പറഞ്ഞാൽ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പറഞ്ഞു ഒന്നാ ചാക്കോ ഇല്ലേ, അങ്ങനെയാന്ന് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതൊക്കെ വിഡിത്തമൊക്കെ പറയാതിരിക്കണ്ടേ? ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞാൽ മതി. അല്ലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ ഇതാണ്, ഇങ്ങനെയാണ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഭയ്ക്കകത്ത് യേശുവിന് കയറാൻ പാടില്ല. കാരണം ഒന്ന്, ദൈവസ്നേഹമില്ല. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു, വിട്ടുകളഞ്ഞു. ഈ ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ മിക്കപ്പോഴും സഭയിലും പറയും, നിങ്ങൾക്കും അറിയാം. ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. നമ്മളതിന്റെ ഗ്രീക്ക് മൂലഭാഷയൊക്കെ അറിയാം. അഗപ്പേ, ഞാൻ നാളെ പറഞ്ഞ ആകപ്പേയാ. സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ കേസും വഴക്കുമല്ലേ വസ്തുവിന് ഇല്ലേ? കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടതില്ലേ, സ്വന്തം അപ്പനല്ലയോ മോനെയും പിള്ളേരെയും ഭാര്യയും കൂടെ അല്ലേ ചുട്ടുകൊന്നു. ടാങ്കിലെ വെള്ളം മുഴുവൻ മറ്റിച്ചേച്ചാ. നിങ്ങൾ വെള്ളത്തിനായിട്ട് ടാപ്പ് തുറന്നിട്ട് എന്തോ കടോര ഹൃദയന്മാരാ. ആ ടൈപ്പൊക്കെ ചിലപ്പോൾ ഈ ഏരിയയിലും കാണും. പിന്നെ ഇപ്പം കത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നോട്ടം ഇരുമ്പം കാണുമ്പോൾ അറിയാം. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. ഉണ്ടോ? എത്ര കിട്ടിയിട്ട് മതി വരുന്നോ? പൗലോസ് പറഞ്ഞത്, ഇഹലോകത്തിലേക്കൊന്നും നാം കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ ബാക്കി നിങ്ങൾ പറഞ്ഞേച്ചാ ബാക്കി ഞാൻ പറഞ്ഞോളൂ. അതുവരെ ഞാൻ വെള്ളം കുടിക്കാം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം. സ്തോത്രം. 6:7 തിമോത്തിയോസ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് ഞാനൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം. പോരെ. ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ. നിങ്ങൾ ചാകത്തില്ല. ഒന്ന് അത് ഇത് മാറ്റി വെച്ചൊന്ന് അച്ചാതെല്ലാം മാറ്റി വെച്ചൊന്ന് പാടിക്കേ. നല്ല മിടുക്കൻ അച്ചാനാന്നല്ലോ. സ്തോത്രം. എല്ലാവരും ഒന്ന് നമുക്ക് ആ രണ്ട് നിങ്ങൾ അറിയാമെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പാടാം. ചാകത്തില്ല. ഇനി അഥവാ പോവുകയാണെങ്കിൽ അടക്കാൻ ഞാനും കൂടെ കൂടിക്കോളാം. വേറെ പാട്ട് പാടാം, പേടിക്കുമൊന്നും വേണം. നല്ല വൃത്തിയായിട്ട് നിന്നെ അടക്കാം. അപ്പം അതുകൊണ്ട് എപ്പോഴാണെന്നൊന്നും അറിയത്തില്ലല്ലോ. എല്ലാം ചേർന്നൊന്ന് പാടാം. അമ്മ അത് മഞ്ഞ അത് മാറ്റിക്കാം. മാറ്റമേ, നമുക്ക് രണ്ട് ചീല് പാടാം. കോവിഡൊന്നും വരികയല്ലെന്ന്. ഓ, ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഒന്നും നാമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. സമ്പാദിച്ചതു പിൻപിൽ തള്ളണ നമ്പിക്കൂടല് ലോകം. സമ്പാദിച്ചതു പിൻപിൽ തള്ളണ നമ്പിക്കൂടല് ലോകം. ഒരിക്കലവനും മരിക്കും നിർണയം.
ശിശുവും മരിക്കുന്നില്ലയോ. അപ്പൊ ദൈവമക്കളോടൊരു കാര്യം പറയാം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോണം. കൂടുതൽ ആർത്തിയും പരവേശവും ഒന്നും കാണിക്കരുത്. സ്തോത്രം. ചിലക്ക് എത്ര കിട്ടിയിട്ടും അങ്ങോട്ട് മതി വരുന്നില്ല. തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിച്ചാലും ഒന്നുമില്ല. അമേരിക്കയിലെ ആരംഭകാലത്തൊക്കെ കുടിയേറിയ ആൾക്കാർ അന്നത്തെ സാഹചര്യം അതുകൊണ്ടാണ് ഇവിടെ ഇഷ്ടംപോലെ വസ്തു അവിടെ ഇവിടെയെല്ലാം മേടിച്ചു, വീടുമെല്ലാം പണം. ഇപ്പം അതുങ്ങളെല്ലാം കിടന്ന് പ്രാർത്ഥിക്കുക, എങ്ങനെയും ഒന്ന് നിങ്ങൾക്കൊന്നും അറിയാൻ മേല. ഇപ്പം കിടന്നങ്ങ് കണ്ടമാനം പ്രാർത്ഥിക്കുക, എങ്ങനെയും ഇതൊന്ന്. അന്ന് പ്രാർത്ഥിച്ചത് എങ്ങനെയും 10 സെന്റ് സ്ഥലം കുഴിക്കാലെ ഒന്ന് വാങ്ങണം. ഇപ്പോൾ 50 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പം എങ്ങനെയും ആ 10 സെന്റ് ഒന്ന്, 10 അല്ല ഏക്കർ കണക്കിനൊക്കെ ഉണ്ട്. എല്ലാം പമ്മി ഇരിക്കുന്നേ ഉള്ളൂ. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. എന്നാൽ ഈ 2, 3, 5 ഏക്കർ ഉള്ളവൻ എന്നാൽ കൂടെ ആരാധിക്കുന്ന സഹോദരന് ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കുക. അവനെങ്ങാനും അടുത്താ താമസിക്കുന്ന വിഷയം വെച്ച് പ്രവാചകനെ വരുത്തി പ്രാർത്ഥിക്കുക, തുരത്തി ഓടിക്കാൻ. എന്നാൽ ഇത് ആർക്കേലും ഒരു 5 സെന്റ് കൊടുക്കേ, ഇഷ്ടം പോലെ ഇല്ലയോ? ഉരുണ്ട് വീണിയാത്ത ഇത് ആർക്കിരിക്കും? അവസാനം വരാൻ പോകുന്ന ഭവിഷ്യത്തൂടെ പറയാം. അവസാനം ഇങ്ങോട്ട് വന്നിട്ട് കിട്ടുന്ന വിലയ്ക്ക് ആർക്കേലും കൊടുക്കും. കിട്ടുന്നവൻ മേടിക്കുന്നവൻ രക്ഷിക്കപ്പെടാത്തവനാണെങ്കിൽ അന്യാരാധനയായിരിക്കും നീ ആ പാർത്ത തലത്ത് വെളിപ്പെടുന്നത്. ഇപ്പം എനിക്ക് അത്രയോ പറയാനൊക്കുള്ളൂ. അതുകൊണ്ട് നിനക്ക് 2, 3, 4 ഏക്കർ ഉണ്ടെങ്കിൽ 10 ദൈവമക്കൾക്ക് 5 സെന്റ് സ്ഥലം കൊടുത്താൽ അതുങ്ങൾ അവിടെ നിന്ന് ചെറിയ വീടുമൊക്കെ വെച്ച്, ഇപ്പോൾ ഗവൺമെൻറ് വീടുമൊക്കെ വെക്കാൻ സാഹചര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുങ്ങൾ അവിടെ നിന്ന് വൈകിട്ടൊരു തമ്പേരടിച്ച് പാട്ടുമൊക്കെ പാടിയോ ഒന്നുമില്ലേ, ദൈവത്തെ മഹത്വപ്പെടുത്തരുതോ? ആരോട് പറയാനാ? ഇപ്പം നിങ്ങൾക്കൊരു ചിന്ത മിക്കവാറും അങ്ങ് പോയാൽ കൊള്ളാമെന്നുണ്ട്. എഴുന്നേറ്റെങ്ങാനും പോയാൽ ഇന്ന് വിടുകയല്ല, എഴുന്നേറ്റ് പോയാൽ സൂക്ഷം ഞാൻ പുറകെ വന്ന് പ്രസംഗിച്ചിരിക്കും. കോഡ്ലെസ് കൂടെ തരണേ, പുറകെ വഴി വരെ പ്രസംഗിച്ച് കൊടുത്തേച്ച് ഞാൻ തിരിച്ചിഞ്ഞ് വരും. നിങ്ങൾ അന്നേരം ഇവിടെ ഇരിക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വാ. സഭയ്ക്കകത്ത് യേശുവിന് വരാൻ പറ്റുന്നില്ല, കാരണം സഭയ്ക്കകത്ത് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. എന്റെ പ്രിയരെ, ഒരു കാര്യം പറയാം, സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിച്ചോണം. അലോഗ്യം ഒന്നും ഉണ്ടാക്കരുത്, വഴക്കൊന്നും ഉണ്ടാക്കരുത്, പിണങ്ങിയിരിക്കരുത്, വാക്കേറ്റം ഉണ്ടാക്കരുത്. ചില വിഷയങ്ങളിൽ ഒഴിഞ്ഞു മാറിയേക്കണം. ചിലയിടത്ത് മൗനമായിട്ടിരുന്നോണം, നിനക്കൊരു ദോഷവും വരികയില്ല. അപ്പൊ ഈ സഭയ്ക്കകത്ത് കർത്താവിന് വരാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. പിന്നെ ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് കയറി, നിക്കലോവിയ ഉപദേശക്കാർ സഭയ്ക്കകത്ത് കയറി, ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവര് സഭയ്ക്കകത്ത് കയറി, ഇസബേലിന്റെ ആൾക്കാര്, താൻ പ്രവാചക എന്നും പറഞ്ഞു നടക്കുന്ന ഇസബേല്, വിശുദ്ധന്മാരെ തെറ്റിച്ച് കളയുന്ന ഇസബേലി ശക്തികൾ, പിന്നെ സാത്താന്റെ പള്ളിക്കാര്, അത് ഈ പള്ളിക്കകത്തുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് ദൈവസ്നേഹവുമില്ല. കർത്താവ് സഭയ്ക്ക് പുറത്താ. അപ്പൊ പുറത്ത് നിന്ന് യേശു വാതിൽക്കൽ നിന്ന് മുട്ടുക. ഇന്ന് രാത്രി നമ്മോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിന്റെ കവാടത്തിൽ നിന്ന് യേശു മുട്ടുകയാണ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നെങ്കിൽ യേശു നിന്റെ ഉള്ളിലേക്ക് വരും. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിനക്കും നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാണ്. ആട്ടെ, 3-4 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 2-3 അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായത്തിൽ ഓർപ്പിച്ചല്ലോ സഭ ഇവിടുന്ന് എടുക്കപ്പെടുകയാണ്. ഒറ്റ വാക്കി പറഞ്ഞ ഭാഗം വിട മഹോദരവത്തിൽ കൂടെ സഭ പോകത്തില്ല. തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ദൈവം ഏൽപ്പിക്കത്തില്ല. ക്രോധം കടന്നു പോകുവോളം ആമെ സൂക്ഷിച്ച് ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് മഹത്വം. തെസ്സലോനിക്ക ലേഖനത്തിൽ വാക്യം, ദൈവം നമ്മെ കോപത്തിന് കൊടുക്കത്തില്ല, കോപത്തിനല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആമൻ കർത്താവിന്റെ സന്നിധിയിൽ കാണാൻ വേണ്ടിയാ. ശത്രുവിന്റെ കയ്യിൽ ദൈവം തന്റെ സഭയെ കൊടുക്കത്തില്ല. ആട്ടെ, 5-ാം അധ്യായത്തിൽ ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്, ആമൻ 5-ാം അധ്യായത്തിൽ വിഷയം ഭൂമിയുടെ വീണ്ടെടുപ്പാണ്. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പിനെ പരാമർശിക്കുന്ന കാര്യമാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഈ ശാപമുണ്ടായത് ആദി മാതാപിതാക്കളാകുന്ന ആദം നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. അങ്ങനെ ആ പുസ്തകത്തിൽ വായിക്കുക, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു, നിന്റെ നിമിത്തം ഭൂമി വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് കൽപ്പനാലംഘനം നടത്തി ആ വിഷയത്തിൽ ആദം നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ സ്ഥലമില്ല. അതുകൊണ്ട് വിശുദ്ധ നാട് കാണാനായിട്ട് ആരും പോകരുത്. നാട് കാണാൻ പൊക്കോണം, വിശുദ്ധ നാട് കാണാൻ ആ പ്രയോഗത്തിനാ അപാകത. നാട് കാണാൻ കാശുണ്ടെങ്കിൽ, ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, നാട് കാണാൻ പോകുന്ന നല്ലതാ. ഒക്കുന്നെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകും, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്.
അത് വിശുദ്ധനാട് കാണാനല്ല. ഈ ഭൂമിയിൽ ഒരു സ്ഥലവും വിശുദ്ധമല്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. അപ്പൊ ഈ ഭൂമിയുടെ ശാപം മാറ്റി ഈ ഭൂമിയെ വീണ്ടെടുക്കുന്ന വിഷയമാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം. വേദപുസ്തകം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം 5-ാം അധ്യായം ഭൂമിയുടെ വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ 12-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ വാക്യം വായിക്കാം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. കർത്താവിന് മഹത്വം. അപ്പോൾ ഇന്ന് രാത്രിയിൽ വിഷയം അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ യോഗ്യതകൾ. 5-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ കമ്പിവാചകം പോലെ ചിന്തിക്കാം. അറക്കപ്പെട്ട കുഞ്ഞാടിനുള്ള യോഗ്യതകൾ. നമുക്കറിയാം, ഈ കുഞ്ഞാട് അറക്കപ്പെട്ടു. ആ 11-ാമത്തെ വാക്യത്തിൽ 9-ാം വാക്യമൊക്കെ താഴോട്ട് പഠിക്കുമ്പോൾ കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു. അവിടെ ആദ്യത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ എന്നാ കാണുന്നത്. എന്നാൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ ആമേ കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു. എപ്പോൾ അറക്കപ്പെട്ടു? വെളിപ്പാട് പുസ്തകം തന്നെ 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ഈ പുസ്തകം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിനെയാണ് ഈ കുഞ്ഞാടെന്ന് പരാമർശിക്കുന്നത്. കടന്നു പോകുന്ന യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുമ്പോൾ ഓരോ സമയങ്ങളിലും ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നുണ്ട്. അത് സാക്ഷാൽ പരമയാഗമാകുന്ന യേശുക്രിസ്തുവിന്റെ സാക്ഷാൽ യാഗത്തിന് നിഴലായിട്ടാണ് കുഞ്ഞാടെല്ലാം അറക്കപ്പെട്ടു നിൽക്കുന്നത്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെടുന്നതായിട്ട് വായിക്കുന്നു. വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിക്ക് യോഗ്യത അവിടെ എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ആട്ടിൻകുട്ടിയുടെ യോഗ്യത ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് കോലാടോ അത് ചെമ്മരിയാടോ കോലാടോ വക. ഇവിടെ വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. സാധാരണ വേദപഠിതാക്കൾ അഭിപ്രായം പറയുന്നത്, കണക്ക് പറയുന്നത് 6,03,351 ആട്ടുകൊറ്റനെ അറുത്തുന്ന. കാരണം സംഖ്യാപുസ്തകത്തിൽ കുടുംബത്തിന്റെ കണക്ക് പറയുമ്പോൾ അത്രയും കണക്കുണ്ട്. ഈ കണക്ക് വെച്ച് വേദപഠിതാക്കൾ പറയുന്നത് 6,03,351 ആട്ടുകൊറ്റനെ അറുത്തുന്ന. എന്തായാലും കൊള്ളാം, വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിയുടെ യോഗ്യത 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ ആട്ടിൻകുട്ടി മറ്റാരുമല്ല, യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാടാ. പൗലോസ് വളരെ സ്പഷ്ടമായി പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഊനമില്ലാത്ത, പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അകൃത്യമില്ലാത്ത ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. എനിക്ക് നിങ്ങൾക്കുമെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു അപാകതയുണ്ട്. എനിക്ക് അന്ന് ഒത്തിരി അപാകതയുണ്ട്. നിങ്ങളുടെ കാര്യം പറയുന്നില്ല, എനിക്ക് ഒത്തിരി അപാകതയുണ്ട്. അതെല്ലാം ഒന്നും ഇപ്പൊ പൊതുവെ പറയാനും കൊള്ളുകയല്ല. ഒരു തള്ള ചോദിച്ചു, പുള്ളിയുടെ ശബ്ദം എന്നെ അങ്ങനെ ഇരിക്കുന്നെന്ന്. ന്യായമായ ചോദ്യമാണ്. അത് കേട്ടിട്ട് ഞാനൊരിക്കൽ പാട്ട് പാടിയപ്പോൾ വേറൊരു അമ്മ പറഞ്ഞു, ഈ പാറപ്പുറത്ത് ചിരട്ട ഇട്ട് ഉരയ്ക്കും പോലാന്ന്. അതും പരമാർത്ഥമായ കാര്യമാണ്. സ്തോത്രം. എനിക്ക് പിന്നെ എന്നെപ്പറ്റി ഒത്തിരി അഭിപ്രായമുണ്ട്. അത് നല്ലതായി, എനിക്കും ഒന്നുകൂടെ ഗുണപ്പെടാമല്ലോ. 1-2 ഞാൻ പറയാം. കാരണം കർത്താവും ശിഷ്യന്മാരുടെ ഒക്കെ ചോദിച്ചല്ലോ, ജനങ്ങൾ എന്നെ അഭിപ്രായം ചോദിച്ചില്ലേ യേശു ഇങ്ങനെ ഭയങ്കര ശുശ്രൂഷ ചെയ്തുകൊണ്ടൊക്കെ. കടൽക്കരയിലെ യോഗം, കവർണ്ണ യോഗം, ബദാനിയിലെ യോഗം, വീട്ടിലെ യോഗം, പടകിൽ കയറുന്നുള്ള യോഗം, മണപ്പുറത്തെ യോഗം, വീട്ടിനകത്തുള്ള യോഗം, മലയിൽ കയറിയുള്ള യോഗം, എന്തെല്ലാം യോഗങ്ങളാണ്. അത് വീട്ടിൽ യോഗം നടത്തുന്നു, നാട്ടിൽ നടക്കുന്നു, വെളിപ്രദേശം നടക്കുന്നു, മരുഭൂമിയിൽ നടത്തുന്നു യോഗം, ഭയങ്കര യോഗം. രോഗികളുടെ സൗഖ്യമാകുന്നു, കുരുടര് കാണുന്നു, മുടന്തര് നടക്കുന്നു, ഊമര് സംസാരിക്കുന്നു, ചെകിടര് കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, എന്ത് വേണ്ട അത്ഭുത ശുശ്രൂഷകൾ നടക്കുക. വന്നവരാരും നിരാശയോടെ പോകുന്നുമില്ല. നന്ദി കെട്ടവർ കൂടി അവിടെ നിന്ന് നന്മ ചെയ്ത അവിടുന്ന്. ഈ ശുശ്രൂഷകളെല്ലാം ഇങ്ങനെ ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഫിലിപ്പിന്റെ കൈശരി വന്നപ്പോൾ യേശു ചോദിച്ചു, പൊതുജനം എന്നെ പറ്റി എന്തോ പറ. അത് നമ്മൾ ഇടയ്ക്ക് അറിയുന്നത് നല്ലതാ, ചോദിക്കുന്നത് നല്ലതാ, അറിയുന്നതും നാട്ടുകാരെന്നെ പറ്റി അഭിപ്രായം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, പല അഭിപ്രായമുണ്ട്, ഞങ്ങൾ നിന്നോടൊന്നും പറയാത്തതാ. അപ്പോൾ യേശു ചോദിച്ചു, എന്നാലും 1-2 കേട്ടാ കൊള്ളാമെന്നുണ്ട്. എന്തുവാ? ആ ചെല്ല് പറഞ്ഞ ഏലിയാവാന്നാ പറയുന്നത്. തീർന്നോ? ഇല്ല. ചെല്ല് പറഞ്ഞ യെരമ്യാവാന്ന് പറയുന്നു. ചെല്ല് പറയുന്ന പ്രവാചകന്മാർ ആവർത്തനത്തിൽ ആ പ്രവാചകനാന്നാ പറയുന്നത്. ചെല്ല് പറയുന്നത് യോഹന്നാന്റെ തല വെട്ടിയെങ്കിലും പുള്ളി പിന്നെയും തിരിച്ചു വന്നെന്ന ചിലരുടെ അഭിപ്രായം. കർത്താവ് ചോദിച്ചു, തീർന്നോ? അല്ല. ഈയിടെ ഒരാൾ പറഞ്ഞത് നീ വേശ്യാപുത്രനാന്നാ പറഞ്ഞത്. ഈയോടാ തീർന്നോ? ഇല്ല. ഇന്നാളൊരാൾ പറഞ്ഞു നിനക്ക് ഭൂതമുണ്ടെന്ന്. എലന്തൂരിൽ നിന്ന് 2 പേര് പറഞ്ഞു നിനക്ക് ഭൂതമുണ്ടെന്ന്. അപ്പൊ ചോദിച്ചു, ചിത്രമുള്ള? അല്ല.
ഇവിടെ നമ്മുടെ അടുത്ത സ്ഥലം എന്തുവാ, എലവന്തിട്ട എന്ന് രണ്ടുപേരും നീ ഭൂതങ്ങളുടെ തലവനാകുന്ന ബെയൽസബൂലിനെ കൊണ്ടാ ഇതെല്ലാം. ഇങ്ങനെ പല അഭിപ്രായമാണ്. അപ്പൊ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ആട്ടെ പൊതുജനം പല അത് പൊതുജനം പല വിധത്തിലാ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്നാ? നമ്മൾ 2-3 കൊല്ലമായില്ല ഇങ്ങനെ യോഗം നടത്താൻ തുടങ്ങിയിട്ട്, നിങ്ങൾ എൻ്റെ കൂടെ സന്തത സഹചാരികളായിട്ട് നടക്കുക, നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്നാ? അപ്പോൾ ആ ചോദ്യം അങ്ങോട്ട് തൊടുത്തു വിട്ടപ്പോൾ ഷടേന്ന് പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു പറഞ്ഞു യോനാശിമോനെ, ഇത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാ. അപ്പൊ നമ്മെ പറ്റി അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് നല്ലതാണ്. എന്നെ പറ്റി തന്നെ ഒത്തിരി അഭിപ്രായമാണ്. പ്ലസന്റെ അഭിപ്രായം ആയിരിക്കുകയല്ല ഹരിയുടെ അഭിപ്രായം, ഇവരുടെ രണ്ടുപേരുടെ അഭിപ്രായം ആയിരിക്കുകയല്ല നിങ്ങളുടെ അഭിപ്രായം. എന്നോട് തന്നെ ഈ അടുത്ത സമയത്ത് 1-2 പേര് അഭിപ്രായം പറഞ്ഞു. ഒരാൾ പറഞ്ഞു എപ്പോഴും അങ്ങ് പാട്ടാന്ന് പറഞ്ഞു, അതൊരു അഭിപ്രായം. അപ്പം വേറൊരാൾ അഭിപ്രായം പറഞ്ഞു, പുള്ളിയെ ഭയങ്കര ഉപദേശം പറച്ചില്ല. അപ്പം വേറൊരാൾ പറഞ്ഞു പുള്ളിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. നമ്മൾ ആത്മീയ ബന്ധം തുടരാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 25 വർഷത്തോളമായി. എനിക്ക് വൈരാഗ്യമായിട്ട് ഞാൻ ഇടപെട്ടതായിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. എന്നാ എവിടെ ഇരുന്നോ? മാത്തുടിച്ചാനുള്ളതുകൊണ്ട് പേടിയായിരിക്കും. ഇല്ല വീട്ടോടെങ്ങാനും ചെന്ന് പുള്ളി അങ്ങനെ വല്ലോ. 10-25 വർഷമായ ആത്മീയ ബന്ധമാണ്. ഞാൻ വൈരാഗ്യത്തോടെ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും. പിന്നെ ഒക്കിരുതാഴി കാണിച്ചാൽ ഞാൻ അംഗീകരിക്കത്തുമില്ല. എനിക്ക് അമ്മയുണ്ടായിരുന്നു, അമ്മ മരിച്ചുപോയി. പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്. അന്നേരം പറഞ്ഞത് പെണ്ണുങ്ങളെ ഇഷ്ടമല്ലെന്ന്. പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാഴിയൊന്നുമില്ല, ബഹുമാനിക്കുന്നു. എൻ്റെ അമ്മ മരിച്ചപ്പം ഈ ദൈവദാസിയും വന്നതാ. അല്ല, ഒരേ അഭിപ്രായമാണ്. ചെല്ലി പറഞ്ഞ പുള്ളിയെ പെന്തിക്കോസുകാരെ കുറ്റം പറയും, അത് വേറൊരു അഭിപ്രായം. പെന്തിക്കോസുകാരൻ തന്നെ കുറ്റമെല്ലാം ചെയ്തു വെക്കുന്നേ. നിനക്ക് മാനം മര്യാദയ്ക്ക് ജീവിച്ചാ പോരെ? നീ പറ്റ തള്ളയ്ക്ക് വെള്ളം കൊടുക്കുകയല്ല, അത് പറയണ്ടേ? എടി അന്യഭാഷ പറഞ്ഞ മറിയേ, നീ തള്ളയ്ക്ക് വെള്ളം കൊടുക്കണമെന്ന് പറയണ്ടേ? ഇത് ഞാൻ പറയാതെ പിന്നെ അച്ഛൻ വന്ന് പറയുമോ? പറ. ഇങ്ങനെ കിളിക്കില്ല ആലിൽ തുള്ളുമ്പോഴല്ലേ നീ തുള്ളുന്നത്? പറ്റതള്ള വീട്ടിൽ കയറ്റുകയല്ല, വെള്ളം കൊടുക്കുകയല്ല, ഹോളിനകത്ത് വന്ന് ശീലാന്തും കൂടെ പിടിച്ചിറക്കുക. അപ്പൊ ഇത് പറയണ്ടേ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അടുത്ത് പറയുന്നുള്ളൂ. പറയണ്ടേ? നീ സ്വന്തം സഹോദരങ്ങളുമായിട്ട് മിണ്ടുകയല്ല. നിന്റെ തൊട്ട പറയാ ഭർത്താവിന്റെ സ്വന്തം അനിയനല്ലേ ചേട്ടൻ, മിണ്ടുകയല്ല. അത് പറയണ്ടേ മിണ്ടണമെന്ന്? എഴുന്നേറ്റ് പോകരുത്. മോനെ മറ്റേ മൈക്ക് എന്തുവാ? കോൺലെസ് ഇവിടെ എടുത്ത് വെച്ചേക്കണം, ഇവിടെ വെച്ചേക്കണം, പുറകെ വരും ഞാൻ. ഇത് പറയണ്ടേ? സ്തോത്രം. പുസ്തകത്തിലെ പ്രമാണം, കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? നേർക്ക് നേരെ കാണുന്ന സഹോദരനക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, കൈ കൊടുക്കുന്നില്ല, മിണ്ടുന്നില്ല, പിന്നെ കാണാത്ത ദൈവത്തെ നീ ഉമ്മ തട്ടിപ്പാ. ദൈവത്തെ ഒന്നും നീ കണ്ടിട്ടില്ല. ചെല്ലു പറഞ്ഞ വ്യക്തമായി കണ്ട, നീ വലിയ ഭിണ്ടിവാട കണ്ടതാ, ദൈവത്തെ ഒന്നുമല്ല. ആര് ദൈവത്തെ കണ്ടെന്ന്? ദൈവസ്നേഹമല്ലേ ഇത് പറയണ്ടേ? അപ്പൊ അത് പറയാനാണ് പറഞ്ഞത്. പെന്തിക്കോസുകാരെ ഞാൻ എല്ലായിടത്തും പറയും, ഞാനൊരു പെന്തിക്കോസുകാരനായതിൽ അഭിമാനിക്കുന്നയാളാ. അതെ 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 ഞാൻ പെന്തിക്കോസുകാരനായതിൽ എൻ്റെ ശൈലി പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ടതാ അടിസ്ഥാനപരമായ വേദത്തിന്റെ ഉപദേശം. പക്ഷെ ഞാൻ എൻ്റെ ശൈലി പറയാം, ഞാൻ പെന്തിക്കോസുകാരനായതിൽ അഭിമാനം കൊള്ളുന്നയാളാണ്. ഈ പെന്തിക്കോസ് വന്നതായ എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് പെന്തിക്കോസുകാരനാണ് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമാണ്. കുഴഞ്ഞ പെന്തിക്കോസുകാരും കുഴ തെറ്റിയ പെന്തിക്കോസുകാരും അത് അവരും ദൈവം കൂടെ തീർത്തോളും. പക്ഷേ ഈ മാർഗത്തിൽ വന്നതായ എൻ്റെ ഭാഗ്യം, ഇതിനകത്ത് വന്നതാണ് ഭാഗ്യം. യാതൊരു ഗതിയും ഗത്യന്തരവും പ്രത്യാശ ഒന്നുമില്ലാതെ അലഞ്ഞ് ആമൻ നശിച്ചു പോകണ്ട എന്നെ യേശു രക്ഷിച്ചു, ഈ സത്യകൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്നാളൊരാൾ പറഞ്ഞു പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരാ. നല്ല പെന്തിക്കോസിനകത്ത് ജീവിക്കുന്ന നല്ല ആൾക്കാരുണ്ട്. നീ കുറെ കള്ളന്മാരെ കുറെ നാളായിട്ട് കണ്ടു കിടക്കുന്നതല്ലാതെ. വെള്ളാപ്പള്ളി പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം സഭയിലും പറഞ്ഞ് കടവെടുത്ത് പറയുക. പണ്ട് പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു സ്വാമിമാരെല്ലാം കള്ളന്മാരാണ്. അദ്ദേഹം പറഞ്ഞ ഡയലോഗാ, സ്വാമിമാരെല്ലാം കള്ളന്മാരില്ല, പക്ഷെ കള്ളന്മാർ കുറച്ച് പേര് സ്വാമിമാരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരില്ല. എന്നാൽ ചില കള്ളന്മാർ ഇപ്പൊ പെന്തിക്കോസിൽ വന്നിട്ടുണ്ട്, ജീവിക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ഭക്തിയോടെ ആമേൻ നല്ല പെന്തിക്കോസിന്റെ തനതായ നിലയിൽ ജീവിക്കുന്ന 100 കണക്കിന് ദൈവ കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അവരൊക്കെ ഉള്ളത് കൊണ്ടായി ഇതിങ്ങനെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ പറ്റി അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് നല്ലതാ. എന്നെ പറ്റി ഇങ്ങനെ ഒത്തിരി അഭിപ്രായമാണ്.
അപ്പൊ എന്തായാലും കൊള്ളാം, അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുന്ന നല്ലതാ. എന്നാൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുക, യാതൊരു ഊനമില്ലാത്തവനാ ഈ കുഞ്ഞാട്. കർത്താവാകുന്ന യേശുക്രിസ്തുവാ. പൗലോസ് വ്യക്തമായി പറഞ്ഞു, നമ്മുടെ പ്രസംഗ കുഞ്ഞാട് മറക്കപ്പെട്ടു, കർത്താവാകുന്ന യേശുക്രിസ്തു തന്നെ. ആ കുഞ്ഞാടിന്റെ യോഗ്യതയാണ് അവ 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. ഊനമില്ലാത്ത പാപമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. പല കോടതി മാറി വിസ്തരിച്ചിട്ടും യേശുക്രിസ്തുവിൽ ഒരു കുറ്റവും കണ്ടില്ല. അവസാനം പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിച്ച് പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രൂശിൽ കടന്ന ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിൽ കയറി. ഈ നീതിമാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. കള്ളസാക്ഷികളെ പലരെയും കൊണ്ടുവന്ന് കള്ളസാക്ഷി പറയാൻ നോക്കിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒത്തുവന്നില്ല. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. ഊനമില്ലാത്തവൻ, യാതൊരു കളങ്കമില്ലാത്തവൻ. ആ കർത്താവിനെ കരമുയർത്തി ഇന്ന് രാത്രി നന്ദിയോടെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. നിർമ്മലമായ രക്തം യർമ്മദാ നീ ചൊരിഞ്ഞു, നിർമ്മലമായ രക്തം യർമ്മദാ നീ ചൊരിഞ്ഞു. കന്മഷം പോക്കി ദുഷ്ടകർമ്മ ഫലത്തിൽ നിന്നു വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നു. വിടുതൽ ചെയ്തതിനാൽ ഞങ്ങൾ അടിവണങ്ങിടുന്നു. അന്നാസും കയ്യപ്പാവും ഹെരോദും വന്നു നിന്നെ, അന്നാസും കയ്യപ്പാവും ഹെരോദും വന്നു നിന്നെ. നിന്നിച്ചു പീഡ ചെയ്തതല്ല, സഹിച്ചുവല്ലോ മറുത്തതില്ലതെന്നും. റോമാ ഗവർണർ മുൻപിലും നീ മറുത്തതില്ലതെന്നും. റോമാ ഗവർണർ മുൻപിലും നീ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ഈ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. ഈ കുഞ്ഞാടിന്റെ വിശേഷത, അവൻ വീടൊന്നിനൊരു ആട്ടിൻകുട്ടി, ഒരു കുടുംബത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് അവിടെ ഒരാടിനെ യാഗം കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇസഹാക്കിന് പകരമായിട്ട്. ലേവിയ പുസ്തകം 16 പഠിക്കുമ്പോൾ അവിടെ ഒരു ആടിനെ അറക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരാടിനെ വിടുന്നതായിട്ടും കാണുന്നുണ്ട്. അസസ്സേലിന് ചീട്ട് വീണ ആട്, വിസ്തരിക്കുന്നില്ല. ആ ആടിന്റെ പ്രത്യേകത ഇസ്രായേൽ ഗോത്രങ്ങളുടെ പാപം വഹിച്ചു കൊണ്ടുപോകുന്ന ആട്. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി യാഗമായി തീർന്നയാട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി യാഗമായ കുഞ്ഞാട്. ലേവിയ പുസ്തകം 16 പഠിക്കുമ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം പാപം വഹിക്കുന്ന യാഗമാക്കപ്പെട്ട മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. അപ്പോൾ വേറൊരു ആടിനത് ശിരസി കൈവച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളും അതിന് മേൽ ചുമത്തുക. അപ്പൊ ഒന്നുകൂടെ പറയാ, ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന കുഞ്ഞാട്, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട് ഇറക്കപ്പെടുന്ന കുഞ്ഞാട്, ലേവിയ 16 12 ഗോത്രങ്ങളുടെ പാപം വഹിക്കുന്നയാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ പ്രത്യേകത വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുഴു ലോകത്തിന് വേണ്ടി അറക്കപ്പെടുന്ന ഒരു കുഞ്ഞാടാ. ആ കുഞ്ഞാടിനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. കുഞ്ഞാട് നീ അറുക്കപ്പെട്ടു. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ യോഗ്യത ഇന്ന് രാത്രി മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, യോഗ്യതകൾ അതിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേട്ടെ. 5-ാം അധ്യായം. വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും, ഭാഷയിലും വംശത്തിലും. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കുഞ്ഞാടിന്റെ 1-ാമത്തെ യോഗ്യത രക്തം ചൊരിഞ്ഞ് മരിച്ച കുഞ്ഞാട്. ഇതാരാന്ന് ഞാൻ വിസ്തരിക്കേണ്ട, കർത്താവാകുന്ന യേശുക്രിസ്തു. എന്തിനാണ് ഈ കുഞ്ഞാട് രക്തം ചൊരിഞ്ഞത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയെന്ന ആ പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവകുഞ്ഞാടാകുന്ന ക്രിസ്തു സ്വർഗമഹിമ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഫിലിപ്പിയാലേഖനത്തിലെ വാക്യം നിങ്ങൾക്കെല്ലാം മനപാഠമാ. ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു ദൈവകുഞ്ഞാട്. എന്തിന്? എന്റെയും നിന്റെയും പാപം പരിഹരിക്കുവാൻ, എന്റെയും നിങ്ങളുടെയും പാപം ചുമന്നൊഴിക്കുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തി.
കന്യാസൂര്യമായി ഭൂമിയിൽ അവതരിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ചു. മുമ്പേ ഓർപ്പിച്ചല്ലോ, മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി, സകല ദീനക്കാരെ വ്യാധിക്കാരെ സൗഖ്യമാക്കി. തിരുവെടുത്ത് എഴുതി വെച്ചതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. എന്തിനേറെ ഗെത്സമനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും വടിയും തീപട്ടിയും പന്തങ്ങളുമായി പടയാളികൾ വന്ന് പിടികൂടിയൊരു കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകന് പിടിച്ചു കെട്ടുമ്പോൾ അവിടുത്തെ പിടിച്ചു കെട്ടി അടിച്ചും ഉപദ്രവിച്ചും പഴിച്ചും നിന്ദിച്ചും എന്തിനെ രാത്രി മുഴുവൻ ശോഭകേടുകളും ആക്ഷേപങ്ങളും പടികളും നിരത്തി. ഒടുവിൽ മുൾക്കിരിയുടെ ധാരിയായി ചാട്ടമാറ് കൊണ്ടുള്ള പ്രകരം ഏറ്റ് മുതുക ഉടവജാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി, മുഖത്ത് രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, ഹല്ലേലൂയ, കണ്ടാൻ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടവനായി അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. ഒടുവിൽ പീലാത്തോസിന്റെ കൽത്തളം മുതൽ നമുക്കറിയാം കാൽവരി മേട് വരെ കുരിശുമരം ചുമന്ന് വീണും വേച്ചും വരച്ചും കാൽവരിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഇരുപാണികൾ കേൾപ്പിച്ചു കൊടുത്ത നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുത്തെ തിരുമരണ സമയത്ത് നമുക്ക് ആ ഭാഗം അറിയാം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, പാറ പിളർന്നു, ഈ ഭൂതലമെല്ലാം ഇളകി, മരിച്ചവർ ഉയർത്തു, കല്ലറകൾ തുറന്നു. യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് 2ആയിട്ട് ചിന്തി. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം, നമുക്കറിവുള്ള ഭാഗമാണ്. അണ്ടഘടാകം മുഴുവൻ കണ്ണടക്കിയ അവിടുത്തെ തിരുമരണ സമയത്ത് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം കൂരിട്ടുണ്ടായി. ആ ഭാഗം പ്രസംഗിക്കുമ്പം ഞാൻ ഇവിടെ അടുത്ത ഷൗമേൽ സാറിനെ ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം കടന്നുപോയി ഒരു TKS. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പാട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളി അവിടെ ഉണ്ടായിരുന്നെന്ന. അതുപോലെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് പഴയ പാട്ടാണ്. ഷൗമേൽ സാറും അവിടെ ഉണ്ടായിരുന്ന ക്രൂശ് മരണ സമയത്ത് അവിടെ പുള്ളി ഇതെല്ലാം കണ്ടോണ്ട് എഴുതുന്നത് പോലെ. എനിക്ക് പാടാൻ വലിയ ഷായി പാസ് ഉണ്ടായിരുന്ന എടുത്ത് പാടിയെന്ന് എന്ത് ചെയ്തോ, ഞാൻ വന്നപ്പം മുതൽ വിളിക്കുക. സാർ എഴുതിയ TKS എഴുതിയ പാട്ട് നല്ല പാട്ടാണ്. കർത്താവിൻ്റെ തിരുമരണ സമയത്ത് എഴുതി വെച്ചിരിക്കുന്ന പ്രയോഗമാണ്. അറിയാവുന്നൊരു വേണം എൻ്റെ കൂടെ ചേർന്നൊന്ന് പാടിക്കൂ. ഭൂതലനാഥൻ തന്നുട മരണം കാണുക ദുർവകമായകോ, ഭൂതലനാഥൻ തന്നുട മരണം കാണുക ദുർവകമായകോ, ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതൽപുതം, ഭൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതൽപുതം, പാറ പിളർന്നു പാരിളകുന്നു പാവനം. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യേശു വരാറായി. ഇനി എത്രയും അല്പകാലം കണ്ടിട്ട് വരുവാനുള്ളവരും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എടുക്കപ്പെടുന്നത് ആരാ? രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ചില പ്രിയപ്പെട്ടവർ പറയുന്നത് അന്യഭാഷ ഇല്ലെന്നാ, നിന്നു പോയെന്നാ. ഞാൻ തർക്കിക്കുന്നില്ല, തർക്കിക്കാനുള്ള സമയമല്ല. ഒരു കാര്യം സാവധാനത്തോടെ പറയട്ടെ, നിന്നിട്ടില്ല. തർക്കിക്കാൻ തുടങ്ങിയ എല്ലാവർക്കും ഭാഗ്യമുണ്ട്. ഗുരുവും ശിഷ്യനും കൂടെ തർക്കിച്ച് അവസാനം ശിഷ്യൻ കുമ്പനാട് കണ്ണനം നടത്തുമ്പോൾ ഗുരു ആറാട്ടുപുഴ കണ്ണനം നടത്തും. പിന്നെയും ഗുരു ആറാട്ടുപുഴ കണ്ണനം നടത്തുമ്പോൾ ശിഷ്യൻ കുമ്പനാട് കണ്ണനം നടത്തും. പിന്നെ രണ്ടുപേരും മാറി മാറി കണ്ടി. അവസാനം പിന്നെ KG തോമാച്ചനാണെന്ന് തോന്നുന്ന ആരോ പറഞ്ഞു, മതി നിർത്തേ. കണ്ണിക്കാൻ തുടങ്ങിയ 2 കൂട്ടർക്കും വാക്യമുണ്ട്, ഇഷ്ടംപോലെ വാക്യമുണ്ട്. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അന്യഭാഷ നിന്നിട്ടില്ല. ഇത് ദൈവത്തിന് തരുന്ന ദാനമാണ്. അത് ദൈവത്തോട് സംസാരിക്കുക, ആത്മാവിൽ സംസാരിക്കുക. അവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. അതുകൊണ്ട് ഞാൻ തർക്കിക്കാനും കണ്ണിക്കാനുമില്ല, പ്രാർത്ഥിക്കുക. ഇത് ആരുടെയും കുത്തകയല്ല, ദൈവം തരുന്നതാ. ദൈവം നിന്റെ മേലും പകരും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവ് വരാറായി. പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ആത്മസ്നാനം പ്രാപിക്കണം, തിരുമേശ കെടുക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കടിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിനായി നമ്മെ ഒന്ന് സമർപ്പിക്കുക. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഇതുവരെയും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്ത്, മാതാവേ, സഹോദരി, പിതാവേ, നിനക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. അവിടുത്തെ തിരുരക്തത്താൽ നിന്റെ സകല പാപങ്ങളും മോചിക്കപ്പെടും.
ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, ഹൃദയത്തിൽ പ്രാർത്ഥിക്കും, യേശുവേ എന്റെ പാപം മോചിക്കണം, എന്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണം, എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി തീർക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായി യേശു നിന്നെ രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇതുവരെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കണം, കർത്താവേ അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. നാളെ ഒരു അവസരം എനിക്ക് തന്നാൽ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിച്ച് സാക്ഷിച്ച പ്രിയപ്പെട്ടവർ ആത്മസ്നാനം പ്രാപിക്കാത്തവരാണെങ്കിൽ കണ്ണിക്കാനും മാദിക്കാനും പോകാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഇത് സത്യമാണെങ്കിൽ, ഇത് അങ്ങ് പകർന്നതാണെങ്കിൽ എന്റെ മേലും പകരണം, ഈ മൺകൂടാരത്തിൽ പകരണം. പ്രാർത്ഥിക്ക്, ദൈവം നിന്നെ ആത്മാവിൽ നിറയ്ക്കും. വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് തിരുമേശകെടുത്ത് വിശ്വസ്തരായി ജീവിക്കുവാൻ, കർത്താവിന്റെ വരുവനായിട്ട് ഒരുങ്ങുവാൻ ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ആരും മൗനമായിരിക്കാതെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശു വരാറായി, എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം.